أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا. صدق الله مولانا العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഇവിടെ വിശ്രമിക്കുന്ന മൗലവി പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാം ജീവിതം നീ ഖൈറിലും സന്തോഷത്തിലും ആക്കണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് ബർസഖി ലോകത്ത് ജീവിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സംഘടനാ പ്രസ്ഥാന കുടുംബത്തിലെ ഒട്ടേറെ മുഹിബ്ബീങ്ങൾ, അവരുടെ ഖബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് അബ്ദുൽ ബാരി മുലിയാർ പാപ്പയുടെ 62ാം റൂസ് മുബാറക്കാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാന്മാരെ അനുസ്മരിക്കുക, മഹാന്മാരുടെ സ്മാരകങ്ങൾ പണിയുക, മഹാന്മാരുടെ മദ്ഹുകൾ പാടിപ്പറയുക, മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്യുക, മഹാന്മാരെ ഹദറത്തിലേക്ക് ധാരാളമായ ഖൈറാത്തുകൾ ഹദിയ ചെയ്യുക. ഇങ്ങനെ തുടങ്ങി ഈമാനിൻ്റെ വർധനവിന് ഒട്ടേറെ വിഷയങ്ങൾ മരണപ്പെട്ട മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രസംഗങ്ങളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പല മഹാന്മാരും നമ്മുടെ സഭയിലേക്ക് വരാനുമുണ്ട്. ഇന്ന് ഭക്ഷണം കൊടുക്കുന്നു. മക്കളെ, ഭക്ഷണം ബാക്കത്തെ ചേർന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഭക്ഷണം കിട്ടൂല. ബാക്കിൽ പോയിരുന്നോളി, അവിടെ നിന്നാണ് ചോറ് കൊടുക്കുന്നത്. വേഗം പോയിക്കോളി. ഭക്ഷണം അതാണ്ടങ്ങൾ വേഗം പോയിക്കോളി. ബാക്കിൽ നിന്നാണ് ചോറ് കൊടുക്കണം. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ചോറ് കഴിയും ചെയ്യും, നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ വലിയവരിൽ നിന്ന് മുന്നിലേക്ക് ഇരുന്നാണ്. ഇപ്പം എല്ലാ ബാപ്പാരോട് ചോദിച്ചാലും കുട്ടികളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുട്ടികളൊരു സഭയിൽ വന്നിട്ട് നോക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ബാപ്പാർ ബാക്കിലും കുട്ടികൾ മുന്നിലും. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ഇവരൊക്കെ കൊണ്ടുനടക്കേണ്ടത്, ഇവരൊക്കെ നയിക്കേണ്ടത് നമ്മളാണ്. കുട്ടികൾക്ക് മൂപ്പളമക്കുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ നല്ലൊരു സദസ്സിൽ പോയാൽ കുട്ടികളാണ് മുന്നിക്കണം. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, ഞാനാണ് നേതാവ്, ബാപ്പ ബാക്കിലാണ്. പിന്നെ കുട്ടികൾ മേപ്പെട്ട് നോക്കിയാൽ തെങ്ങുമ്പലും അങ്ങനെ തന്നെയാണ്. മൂത്ത തേങ്ങയൊക്കെ തായി, ഇളനീലൊക്കെ മേലെയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും 4 ആൾ മുമ്പേക്ക് വരാനില്ല. അപ്പം ഇതാണ് നമ്മളെ ആളുകളുടെ ഒരു രീതി. ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കേണ്ടി പോലും മുന്നിൽ വേണ്ടേ. അപ്പം ഞാൻ മുന്നിലിങ്ങനെ ഒഴിവാകണിക്കണ്ടി ഇരുന്നോളെ, ഞാൻ ഇരിക്കണോ ഇരിക്കണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട. ഒരമണിക്കൂറേ ഞാൻ ഭേദമല്ലോ. പിന്നെ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടെയോട്ട് കല്യാണം അന്വേഷിച്ചിട്ടുമില്ല, ഇവിടുന്ന് ആരോടും കടം വാങ്ങിയിട്ടുമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ അകൽച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു ഖൈറ് തരട്ടെ. അൽഹംദുലില്ലാ. അബ്ദുൽ ബാരി മുലിയാർ പാപ്പയുടെ ഈ ഉറൂസ് മുബാറക്ക് നമ്മളൊരു ബറക്കത്തും ഒരു പുണ്യവും ഒരുപാട് നല്ല നിയ്യത്തുകളും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്.
ഈ സ്ഥാപനത്തിൻ്റെ കാര്യദർശിയായി മുദരിസായി നിൽക്കുന്ന തങ്ങളവറുകൾ ഈ സദസ്സിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടു കൂടെയാണ് നമ്മളൊക്കെ ഇത് ഏറ്റെടുക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇരിങ്ങല്ലൂർ സഖാഫി ഉൾപ്പെടെ മുരൽ പാപ്പയുടെ ചരിത്രങ്ങൾ ഒട്ടേറെ വായിച്ചും പഠിച്ചും പരിചയമുള്ളവർ ഇവിടെ സദസ്സിലും സ്റ്റേജിലും ഒക്കെ ഉണ്ട്. അല്പം ചില വിഷയങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു ഖൈർ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം മരണം എന്നതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ദിവസവും ഓതേണ്ട തബാറക സൂറത്തിൽ മരണവും അല്ലാഹു നിശ്ചയിച്ചു, ജീവിതവും അല്ലാഹു നിശ്ചയിച്ചു എന്ന് കാണും. അവിടെ ഖുർആൻ ആയത്ത് മുന്തിച്ചത് മരണത്തെയാണ്. മരണം പറഞ്ഞിട്ട് പിന്നെയാണ് ഏത് പറഞ്ഞത്? ജീവിതം പറഞ്ഞത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരും ഏത് ഓർക്കണം? മരിക്കും എന്ന് ഓർക്കണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. ആദ്യം ഖുർആൻ മുന്തിച്ചത് ഏതിനെയാണ്? മൗത്തിനെയാണ്. മൗത്ത് എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? മൗത്ത് എന്നതിൻ്റെ താരീഫ് എന്താണ്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇന്തിഖാലു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖ്റ, നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക, അതിൻ്റെ പേരാണ് മൗത്ത്. അല്ലാതെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് ഒരു നശിക്കൽ അല്ല, പുതിയൊരു ജീവിതം തുടങ്ങലാണ്. ഓരോ സ്ഥലത്ത് ജീവിക്കുമ്പോൾ അതനുസരിച്ചാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ആലമുൽ അർവാഹിൽ റൂഹുകളൊക്കെ പടച്ചു, എന്നിട്ട് അല്ലാഹു അതങ്ങ് പരത്തി. വാപ്പമാരുടെ മുതുകിൽ റൂഹ് നിൽക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ലോകത്തേക്ക് ആവശ്യമായ വായു വെള്ളമൊക്കെയാണ് അവിടെ കിട്ടുക. അവിടെ നിന്ന് താമസം മാറി ഉമ്മയുടെ ഗർഭാശയത്തിലെത്തി. ഉമ്മയുടെ ഗർഭാശയത്തിൽ താമസിക്കുമ്പോൾ അവിടേക്കനുസരിച്ച വായു, വെള്ളം, ഭക്ഷണം ഒക്കെ അവിടെ കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും പറയാനറിയില്ല. 10 മാസക്കാലത്തോളം നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ താമസിച്ചപ്പോൾ അവിടെ നമ്മൾ ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്, അല്ലേ? ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. നമ്മൾ അവിടെ താമസിക്കുമ്പോൾ അവിടെ വായു, അവിടെ വെള്ളം, അവിടെ ഭക്ഷണം അതൊക്കെ അവിടെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അവിടെ നിന്ന് താമസം മാറി വന്നതാണ് നമ്മൾ ഭൂമിയിലേക്ക്. ഇവിടെ വന്നപ്പോൾ ശരീരവും ആത്മാവും ചേർന്ന ലോകമാണെങ്കിലും ശരീരത്തിനാണ് ഇവിടെ അധികം പ്രാധാന്യം. അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടേക്കനുസരിച്ചുള്ള വായു, വെള്ളം, താമസം, ഭക്ഷണം അതൊക്കെ ഇവിടേക്കനുസരിച്ചാണ്. ഇനി ഇവിടെ നിന്ന് ഖബറാകുന്ന വീട്ടിലേക്ക് താമസം മാറിയാൽ അവിടെ മറ്റൊരു ലോകമാണ്. അവിടെ ശരീരത്തിന് പ്രാധാന്യം കുറയും, ആത്മാവിന് പ്രാധാന്യം കൂടും. അപ്പൊ അവിടുത്തെ താമസവും മറ്റുമൊക്കെ അവിടേക്കനുസരിച്ചാണ്. കോഴിക്കുഞ്ഞ് കോഴിമുട്ടക്കുള്ളിൽ എത്ര ദിവസം താമസിക്കും? മുട്ട വിരിഞ്ഞ് തള്ളക്കോഴി അടയിരുന്നാൽ 20 ദിവസം, 21 ദിവസം, കൂടിയാൽ 22. അപ്പൊ ഈ 20 ദിവസം ഈ കോഴിമുട്ടക്കുള്ളിൽ ഈ കുഞ്ഞ് വളരാണ്. 8 or 10 ദിവസം കഴിയുമ്പോൾ കോഴിമുട്ടക്കുള്ളിൽ ആ കുഞ്ഞ് രൂപം പ്രാപിക്കും. 12ാമത്തെ ദിവസം കാല് മുളച്ചിട്ട് അതിങ്ങനെ നിൽക്കാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കണം, എന്നെങ്കിലേ ഭൂമിയിൽ വന്നിട്ട് അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുള്ളൂ. 18 ആകുമ്പോൾ കൊക്ക് നല്ല പോലെ വരും. 19-20 ദിവസങ്ങളിൽ അതിൻ്റെ കൊക്കിന് ഉറപ്പ് കൂടും. 21ാമത്തെ ദിവസം ആ മുട സ്വന്തം പൊട്ടിച്ചിട്ട് കുഞ്ഞ് പുറത്തു വരും. ഈ 21 ദിവസം ഈ കോഴിമുട്ടക്കുള്ളിൽ എങ്ങനെയാണാവോ ആ ജീവൻ നിലനിന്നത്?
കോഴിമുട്ടക്കുള്ളിൽ ആ കുഞ്ഞ് 21 ദിവസം നിന്നപ്പോൾ അന്ന് വായു എവിടെ നിന്ന് കിട്ടി? അന്ന് വെള്ളം എവിടെ നിന്ന് കിട്ടി? അന്ന് ഭക്ഷണം എവിടെ നിന്ന് കിട്ടി? ആ കോഴിമുട്ടക്കെങ്ങാനും പുറത്ത് ഒരു ഓട്ടുണ്ടെങ്കിൽ ആ കോഴിക്കുട്ടി ജീവിച്ചിരിക്കണ്ടാവില്ല. ഒരു ദ്വാരവും പുറത്തില്ലാതെ പിന്നെ എങ്ങനെ ഇത് ജീവിച്ചു? ജീവൻ നിലനിൽക്കണമെങ്കിൽ വായു വേണോ വേണ്ടേ? വെള്ളം വേണോ വേണ്ടേ? ഭക്ഷണം വേണോ വേണ്ടേ? ഈ കോഴിമുട്ടക്കുള്ളിൽ എങ്ങനെ അത് കിട്ടി? പണ്ട് അമേരിക്കക്കാര് സായിപ്പന്മാരൊക്കെ ഇവിടുന്ന് പോയ ശേഷം ഒരു സായിപ്പും മദാമിയും കൂടി മലപ്പുറം കാണാൻ വന്നു. അപ്പൊ ആ മലപ്പുറം കുന്നിന്റെ മുകളിൽ ഒരു രായിങ്കാക്കാന്റെ ചായം കച്ചവടം ഉണ്ട്. മക്കാനിയിൽ ചായക്ക് കയറിങ്ങാണ്ട് പഴയ കാലത്ത് ചായ ചോദിച്ചാൽ ഇപ്പത്തെ മാതിരിയല്ല. ഇപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ കുത്തി കലക്കിയിട്ടുണ്ട് തരലാണ്. അന്ന് അങ്ങനെയല്ല. അന്ന് ചായ ചോദിച്ചാൽ മൂപ്പര ചായന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ആറ്റലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി നിങ്ങൾ മലക്കള ഇതാത്തമാര് ഇങ്ങനെ ഇങ്ങനെ കണ്ടിക്കണേ കണ്ടു അറിയില്ലെങ്കിൽ ഇല്ല. നമ്മളൊക്കെ കണ്ട ഞാൻ ഇങ്ങനെ ആറ്റി. അപ്പൊ സായിപ്പും മദാമിയും കൂടി ഇംഗ്ലീഷുകാരല്ലേ, ഓല് ചായ ഇങ്ങനെ പാരുന്നത് കണ്ടപ്പോ ഇവർ രണ്ടാളും സംസാരിച്ച് ഇവിടെ ചായ ഒക്കെ മീറ്റർ കണക്കാക്കിയിട്ടാ കൊടുക്കണമെന്നാ തോന്നുന്നത്. അങ്ങനെ സായിപ്പ് ഈ കച്ചവടക്കാരനോട് പറഞ്ഞു, സാർ പ്ലീസ് 2 മീറ്റർ ടീയർ. അങ്ങനെയാണ് 2 മീറ്റർ ചായക്ക് ചോദിച്ചത്. ചായ കൊടുക്കണതിൻ്റെ അടിയിൽ കടി നോക്കുമ്പോൾ കിട്ടിയത് എന്താ? നിങ്ങള് മദാമക്ക് കടി കിട്ടിയത് സുഗീനാണ്. ഇതിന് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ചെറുപയര്. അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ അടച്ചു. പുറത്ത് ഒരു ഓട്ടയില്ലാതെ ഇത്തരം ചെറുപയർ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാ നിറച്ചത് എന്നാണ് ഓരോ ആലോചിച്ചത്. അങ്ങനെ ആ പൊട്ടിച്ചത് കഴിച്ചിട്ട് പുതിയ 2 സുഗീനും വാങ്ങി ഒരു അമേരിക്കയ്ക്ക് പോയിക്കണേ. റിസൾട്ട് വന്നാൽ ഞാൻ അടുത്ത കൊല്ലം പറഞ്ഞു തരട്ടെ. അപ്പൊ അള്ളാഹു തആല ഖൈറ് തരട്ടെ. സുഗീന്റെ ഉള്ളിൽ ചെറുപയര് നിറച്ച മാതിരിയാണോ കോഴിമുട്ടക്കുള്ളിൽ കുട്ടനെ നിറച്ചത്? 20 ദിവസം ഈ കോഴിക്കുഞ്ഞിന്റെ ഉള്ളിൽ നിന്നപ്പോൾ എങ്ങനെ വായു കിട്ടി? എങ്ങനെ വെള്ളം കിട്ടി? ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഉമ്മയുടെ ഗർഭാശയത്തിൽ 10 മാസക്കാലത്തോളം താമസിച്ചപ്പോൾ അവിടേക്ക് എങ്ങനെ വായു കിട്ടി? അവിടെ എങ്ങനെ വെള്ളം കിട്ടി? എന്നാ പിന്നെ അത് വെച്ചുകൊണ്ട് ബർസഖി ലോകത്തേക്ക് ചിന്തിക്കാം. 6 അടി മണ്ണാകുന്ന കബറ് കീഴ്ക്കബറും മേക്കബറുമാണ്. ഈ 2 കബറ് കുഴിച്ചിട്ട് ആ കീഴ്ക്കബറിന്റെ മുകളിൽ ഇങ്ങനെ കല്ല് വെച്ച് എല്ലാ പഴുതും അടച്ച് എന്നിട്ടാണ് നമ്മൾ മറവ് ചെയ്യണത്, അല്ലേ? ആ മറവ് ചെയ്ത കബറിലേക്ക് ആവശ്യമായ വായു, അവിടേക്ക് യോജിച്ച വെള്ളം, അവിടേക്ക് യോജിച്ച ഭക്ഷണം, അവിടേക്ക് യോജിച്ച വിരിപ്പ്, അവിടേക്ക് യോജിച്ച പുതപ്പ്, അവിടേക്ക് ആവശ്യമായ സൗകര്യം കോഴിമുട്ടക്കുള്ളിൽ കുഞ്ഞിനെ വളർത്തിയ അല്ലാഹ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മെ പോറ്റി വളർത്തിയിരിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹു തആലക്ക് ബർസഖി ലോകത്തിന്റെ തുടക്കമായ ഖബറിലേക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അള്ളാഹ്ക്ക് സാധിക്കുമോ ഇല്ലേ എന്നത് ആലോചിക്കാൻ അധിക ബുദ്ധിയൊന്നും ആവശ്യമില്ല. നമ്മെ പറ്റി അറിഞ്ഞാൽ മതി. അതാണ് യബ്ന ആദം അന്ത അഅജബു മിമ്മാ അഅജബക്. ലോകത്ത് എന്തൊക്കെ നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നീയാണ് ഒരു അത്ഭുത സൃഷ്ടി. എന്താ അത്ഭുതം? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ വന്ന പരിണാമങ്ങൾ, ആ പരിണാമങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ ലോകത്ത് എന്തൊക്കെ അത്ഭുത വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അത്ഭുതം നമ്മളാകുന്ന ഈ അത്ഭുത സൃഷ്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ താമസിച്ചപ്പോൾ എങ്ങനെ വായു കിട്ടി? ആ അല്ലാഹു ഖബറിലേക്ക് വായു തരും. അവിടേക്ക് എങ്ങനെ വെള്ളം കിട്ടി? ആ അല്ലാഹു ഖബറിലേക്ക് വെള്ളം തരും. അവിടെ എങ്ങനെ ഭക്ഷണം കിട്ടി? ആ അല്ലാഹു തആല ഖബറിലേക്ക് ഭക്ഷണം തരും. സ്വർഗം ചോദിക്കാതെ എല്ലാ സംഗതികളും കിട്ടുന്ന സ്ഥലമാണ് ഏത്? സ്വർഗം. ഉമ്മയുടെ ഗർഭാശയത്തിൽ ചോദിക്കാതെ ഒക്കെ കിട്ടിയില്ലേ? നിങ്ങൾക്കൊരു ആലോചന കിട്ടിയില്ല?
കാഴ്ച ശക്തിയുള്ള 2 കണ്ണ് എവിടെ നിന്ന് കിട്ടിയതാ? ഉമ്മയുടെ ഗർഭാശയത്തിന് ചോദിക്കാതെ കിട്ടിയതാണ് അല്ലേ? സംസാരശേഷിയുള്ള നാവ് എവിടെ നിന്ന് കിട്ടിയതാ? ഉമ്മയുടെ ഗർഭാശയത്തിന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. കൈകളും കാലുകളും കിഡ്നിയും ഒക്കെ അവിടെ നിന്ന് വിലമതിക്കാൻ സാധിക്കാത്ത സമ്പത്ത് അല്ലേ? നമ്മളെ ശരീരത്തിന്റെ ഓരോ പാർട്സും എത്ര റുപ്യ വിലയുള്ളതാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഗർഭാശയത്തിന് കിട്ടി. എങ്കിൽ ആ ഗർഭാശയത്തിൽ നമ്മെ പോറ്റി വളർത്തിയ അല്ലാഹ് 6 അടി മണ്ണാകുന്ന ഖബറിൽ നമ്മെ പോറ്റാൻ, നമ്മെ സംരക്ഷിക്കാൻ അല്ലാഹു തആലക്ക് യാതൊരു താമസവും ഇല്ല. നമ്മൾ അറിയണം റബ്ബിനെ പറ്റി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എന്ത് നിശ്ചയിച്ചിട്ടുണ്ട്? ഹയാത്തിന്റെ കൂടെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, മരണം അല്ലാഹു നിശ്ചയിച്ചു, ജീവിതവും. അപ്പൊ ജീവിക്കുന്ന ഓരോരുത്തരും വിചാരിക്കണം, ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയുടെ ആഴത്തിലിറങ്ങിയ പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിൽ വഫാത്താകും എന്ന വിവരം ചില സ്വഹാബാക്കളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബി തങ്ങൾ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുമെന്ന വിവരം ചില സ്വഹാബാക്കളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രഖ്യാപിച്ചു? അവർ വിശുദ്ധ ഖുർആനിന്റെ ആഴം പഠിച്ചുകൊണ്ടാണ്. ഖുർആൻ ആയത്തുകൾ എന്തേ? ലോകത്ത് ഒരു മനുഷ്യനും മരിക്കാതെ ബാക്കിയാവുകയില്ല എന്ന ആയത്ത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ എല്ലാവരും പോകേണ്ടി വരും, ഒരു കുട്ടിയെയും ഇവിടെ ബാക്കി വെക്കൂല. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ സൂറത്തിന്റെ അവസാനത്തെ ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ സൂറത്തിന്റെ അവസാനത്തെ ആയത്താണ് എല്ലാവരും മരിക്കും എന്ന അറിയിപ്പുള്ള ആയത്ത്. ഈ ആയത്തിൽ നിന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ മനസ്സിലാക്കി, എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞാൽ 63-ൽ മുത്ത് നബിയും വഫാത്താകും എന്ന് ഇതിൽ സൂചനയുണ്ട്. മാത്രമല്ല, ഈ സൂറത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാണ്? തൊട്ടടുത്ത സൂറത്ത് സൂറത്തു തഗാബുൻ. തഗാബുൻ എന്ന് പറഞ്ഞാൽ മഹാനഷ്ടം, മഹാനഷ്ടം, മഹാസങ്കടം. 63-ാമത്തെ ആ സൂറത്തിന്റെ അവസാനം മരണത്തെ പറ്റി പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ സൂറത്ത് മഹാനഷ്ടം എന്നർത്ഥം വരുന്ന സൂറത്തായപ്പോൾ ലോകത്തിന് ഏറ്റവും വലിയ നഷ്ടം ഏതാണ്? മുത്തുനബിയുടെ വഫാത്താണ്. അത് ഇതിൽ നിന്ന് സ്വഹാബാക്കൾ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ ഖുർആൻ പഠിച്ച മാതിരിയല്ല സ്വഹാബാക്കളും പഴമക്കാരും പഠിച്ചത് അല്ലേ? നമ്മളൊക്കെ ഇപ്പൊ യാസീൻ കാണാതെ അറിയില്ലേ? യാസീൻ കാണാതെ അറിയാതെ എല്ലാവരും അറിയും. ഞാൻ ഓതി ഞങ്ങളൊക്കെ ഒപ്പോതുമല്ലോ. മുർസലൂൻ, അതിന്റെ മുമ്പത്തെ ആയത്ത് എന്താ? നമ്മളെ കാണാതെ കിട്ടല് കഴിഞ്ഞു. നമ്മളെ കാണാതെ കിട്ടില്ല. നമ്മളെ കാണാപ്പാടെ ഏതാണ്? ഈ പോക്ക് ഇങ്ങനെ പോകുകയാണെങ്കിൽ തിരക്കില്ല, ആ സ്പീഡില്. അതാണ് നമ്മൾ. മഹാന്മാരായ സ്വഹാബാക്കൾ അതുപോലത്തെ ആളുകളൊക്കെ ഖുർആൻ പഠിച്ചത് എങ്ങനെയാണ്? ഈ ഓതുന്ന ആയത്ത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി ലഭിച്ചത് സിരിയാണോ ജഹരിയാണോ? ഈ നബി തങ്ങൾ ഒരു സഭ മുഖാന ഇരിക്കുമ്പോൾ വഹയി വന്നതാണോ, ഒറ്റക്കിരിക്കുമ്പോൾ വഹയി വന്നതാണോ? ഒരു പഠനം. 2, ഈ ആയത്ത് ലൈലിയാണോ നഹാരിയാണോ? നബി തങ്ങൾക്ക് ഈ ആയത്ത് വഹയി വന്നത് പകലിലാണോ രാത്രിയിലാണോ? ഈ ആയത്ത് ഖബലിയാണോ ബഅദിയാണോ? ഈ ആയത്ത് നബി തങ്ങൾ ഹിജറക്ക് പോകുന്നതിന് മുമ്പാണോ ഹിജറക്ക് പോയ ശേഷമാണോ? ഈ ആയത്ത് മക്കിയാണോ മദനിയാണോ? നബി തങ്ങളെ മക്ക ജീവിതത്തിലാണോ മദീന ജീവിതത്തിലാണോ? ഇങ്ങനെ ഒരു ആയത്തിനെ സംബന്ധിച്ചും ഒരു ആയത്തിന്റെ അക്ഷരങ്ങളെ സംബന്ധിച്ചും ആ ആയത്തിൽ വന്നിരിക്കുന്ന ഹറഫുകളെ സംബന്ധിച്ചും അതിന്റെ എണ്ണത്തെ സംബന്ധിച്ചും ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുന്ന വിവരമാണ് അവരൊക്കെ പഠിച്ച വിവരം. ആ വിവരമുള്ള മഹാന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മരണം എന്ന് പറഞ്ഞാൽ നശിക്കലല്ല, അത് മറ്റൊരു ലോകത്തേക്ക് താമസം മാറലാണ്.
അപ്പൊ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്ന മഹാന്മാരൊക്കെ മരിച്ചു, ഇനി അവർക്കൊന്നും കഴിയൂല, അവർക്കൊരു കഴിവുമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ ബാലപാഠം മനസ്സിലാക്കാത്ത സാധുക്കളാണ്. അവരുടെ സ്വീപ്പിൽ ഒരാളും പെട്ടുപോകാതിരിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. മലക്കുൽ മൗത്ത് അസ്റായീൽ ഒന്ന് നല്ലോണം ചൊല്ലിക്കോളി. എല്ലാവരും പേരും ഒരേ മാതിരിയാന്ന് കരുതണ്ട. അതിൽ ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കിക്കണുണ്ടോന്ന് അറിയില്ല. മലക്കുൽ മൗത്ത് അസ്റായീൽ മൂപ്പര് വരുമ്പോൾ നിങ്ങൾ ബേജാറാക്കരുത്. ഞാൻ നിങ്ങൾക്കൊക്കെ സിന്ദാബാദ് വിളിച്ചിന് ആളാണെന്ന് പറയണമെങ്കിൽ ഒന്ന് മട്ടത്ത് ചൊല്ലിക്കോളി. മലക്കുൽ മൗത്ത് ഒന്ന് മര്യാദക്ക് ചെല്ലാൻ നല്ലത്. എല്ലാവരുടെ പേരും ഇങ്ങനെ ഒരേ മാതിരിയാന്ന് കരുതണ്ട. ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ എന്താണ്, കുട്ടികൾ വല്ല നാടന്മാരെ പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ പറയുന്നത്. ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ് ഇങ്ങനെയാണ് പറയാണ്. നമ്മളൊക്കെ പഠിക്കണമെന്ന്, അല്ലെങ്കിൽ നമ്മളെ വാപ്പാരുണ്ടായിരുന്നെന്ന് അംബിയാ മുർസലീങ്ങളെ പേര് ആദം, ഇദ്രീസ്, നൂഹ് എന്ന് പറഞ്ഞാലേ അല്ലാഹു റബ്ബി. പിന്നെ മൊല്ലാക്കാന്റെ ചൂരിൽ പടി ചന്തിമെന്ന് പോണ നേരം ഉണ്ടാവില്ല. അതൊക്കെ അതിന്റെ ബഹുമാനത്തിൽ ആദം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം എന്നിങ്ങനെ ചേർത്തേ പറയുള്ളൂ. അപ്പൊ മുദ്രാവാക്യം വിളിച്ചിട്ടാ പഠിപ്പിച്ചത്. സിന്ദാബാദ് വിളിച്ചു കാണാണ് പഠിപ്പിച്ചത് അല്ലേ? നമ്മളൊക്കെ പഠിപ്പിച്ചത് എങ്ങനെ? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം. ആ സിന്ദാബാദോട് കൂടെയാണ് നമ്മളെ മല്ലാക്കാര് പഠിപ്പിച്ചത്. വാപ്പാരും അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇപ്പൊ നമ്മളെന്നെ സിന്ദാബാദ് വിളിച്ചിട്ടില്ല, പിന്നെ കുട്ടികളും പേരക്കുട്ടികളും തീരെ ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? മരണം നശിക്കലല്ല, പുതിയൊരു ജീവിതം തുടങ്ങലാണ്. ആ പുതിയ ജീവിതം തുടങ്ങിയിട്ട് ആ ലോകത്ത് വഫാത്തായി പോയിരിക്കുന്ന ആളുകൾ അവരുടെ ലോകത്ത് എന്തൊരു സന്തോഷത്തിലാണ്, എന്തൊരു ആനന്ദത്തിലാണ്, എന്തൊരു ആഹ്ലാദത്തിലാണ്. ഓർമ്മപ്പെടുത്തട്ടെ, നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് വാളക്കുളം മൗലവി പാപ്പയിലേക്ക് വരാം. ഒരു അടിസ്ഥാനം പഠിക്കണ്ടേ നമ്മൾ? നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്വഹാബാക്കളോട്, ഞാൻ ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു. മുഹമ്മദ് മുസ്തഫ ആരാ പറയണത്? ഞാൻ ആദം നബിനെ കണ്ടു എന്ന് പറഞ്ഞത് ആരാ? റസൂലുള്ളാഹി തങ്ങളാണ്. നബി തങ്ങളെ കാലഘട്ടം ഏതാണ്? ആദം നബിന്റെ കാലഘട്ടം ഏതാണ്? പിന്നെ എങ്ങനെയാ കണ്ടത്? എങ്ങനെയാ കണ്ടത്? പണ്ടൊരു കുട്ടികൾ രണ്ടാളും തമ്മിൽ തർക്കിച്ചു. എന്താ പോലെ തർക്കം? നമ്മളമ്മയും ബാപ്പയും തമ്മിൽ കല്യാണം നടന്നിട്ടില്ല എന്നാണ് കുട്ടികളെ തർക്കം. അമ്മയും ബാപ്പയും തമ്മിൽ എന്ത് നടന്നിട്ടില്ല? കല്യാണം നടന്നിട്ടില്ല എന്ന് രണ്ട് ചെറിയ കുട്ടികൾ തർക്കം. അപ്പോ മുതിർന്ന ഒരാൾ ഇടപെട്ടങ്ങാട് ചോദിച്ചു, എന്താ നിങ്ങൾ തമ്മിൽ തർക്കം എന്ന് ചോദിച്ചു. അപ്പം ഒരു തമ്മിൽ തർക്കം, അമ്മയും ബാപ്പയും പുതിയണ്ണം പുതിയാപ്പിളയായി കല്യാണം നടന്നിട്ടില്ല എന്നാണ്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നു ചോദിച്ചു. അങ്ങനെ ഒരു കല്യാണം ഉണ്ടായിക്കണമെങ്കിൽ ഞങ്ങളെ രണ്ടാളെയും വിളിച്ചോണ്ടേ, ഞങ്ങളെ വിളിച്ചിട്ടില്ല. മനസ്സിലായോ? ഇത് പറയണ മാതിരിയാണ് നമ്മളെ നാട്ടിൽ കുറച്ച് വഹാബികള്, മുജാഹിദീങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറെ ജന്തുക്കൾ. അള്ളാഹു ഓലെ ഷർറിന്ന് നമ്മളെ കാക്കട്ടെ. നമ്മൾ വിഷയം പഠിക്കണം. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്താണ്, ഞാൻ ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു. എന്നിട്ട് കണ്ട രൂപം പറയാണ് സ്വഹാബാക്കളോട്, ഞാൻ ആദം നബിനെ കണ്ടപ്പോ ഈ ഈത്തപ്പന മരം മാതിരി എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. എന്താ ഈത്തപ്പഴ മരം? തടിച്ച് വലിയ സാധനമാണ് ഈത്തപ്പഴ മരം. എന്ന മാതിരി ആദം നബിനെ കണ്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാം ആജാനുബാഹു വലിയ മനുഷ്യനാണ്. അങ്ങനെ ഞാൻ ആദം നബിയെ കണ്ടു. മുഹമ്മദുർ റസൂലുള്ളാഹ്. മരണാനന്തരം മഹാന്മാരുടെ ലോകം. റസൂലുള്ള മറ്റൊരിക്കൽ പറഞ്ഞു, ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. ഈസാ നബി അലൈഹി സ്വലാമും റസൂലുള്ളാഹിയും തമ്മിൽ, ഈസാ നബിനെ ഉയർത്തപ്പെടുന്നത് നബിതങ്ങൾ ജനിക്കുന്നതിന്റെ 600 വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാല്, എന്നിട്ട് ആ കണ്ടത് നബിതങ്ങൾ പറയാണ്. എങ്ങനെയാ കണ്ടത്? ഞാൻ ഈസാ നബിനെ കണ്ടപ്പോൾ മൂപ്പര് ഇപ്പൊ കുളിമുറിയുന്നുണ്ട്, ഇറങ്ങിയിട്ട് ഇപ്പണ് വരുന്ന മാതിരി. അങ്ങനെ ഉണ്ടല്ലേ, രാവിലെ നമ്മള് കുളിച്ച് ശുദ്ധിയായിട്ടൊരു ഓഫീസിക്കോ കുട്ടികൾ മദ്രസക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് തുണിക്കുപ്പായൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വന്നാൽ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു വല്ലാത്ത തെളിവാണ്, വല്ലാത്തൊരു ആനന്ദമാണ്, വല്ലാത്തൊരു ആവേശമാണ്. വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ കുട്ടിനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ച സമയത്ത് കാണുന്നതും കുളിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്നതും വലിയ അതാ റസൂലുള്ളാഹി തങ്ങൾ. ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. കണ്ടപ്പോ എങ്ങനെയാണ്? ഈസാ നബി അപ്പൊ കുളിമുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന മാതിരി, അത്ര സന്തോഷത്തിൽ. എവിടുന്നേ കണ്ടത്?
എവിടുന്നേ കണ്ടത്? എങ്ങനെയാ കണ്ടത്? നബി തങ്ങൾ നിർത്തിയില്ല. മറ്റൊരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ എങ്ങനെയാണ്? അന അശ്ബഹു മിൻഹു. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, നിങ്ങൾക്ക് ഇബ്രാഹിം നബിനെ മനസ്സിലാക്കണം, എന്നെ കണ്ടോളി. എന്റെ ശരീരപ്രകൃതി ഏകദേശം മുഴുവനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് സാമീപ്യമാണ്. മറ്റൊരു സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അറഫയിലേക്ക് ഈസാ നബി അലൈഹി സ്വലാം വരുന്നത് കണ്ടു. അറഫ കുന്നിൽ നിന്ന് ഇങ്ങനെ, അറഫ കുന്നിന്റെ മുകളിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാം അറഫയിലേക്ക് ഇങ്ങനെ ആ മല ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മുഹമ്മദുർ റസൂലുള്ളാഹി. ആത്മാവിന്റെ ലോകം, ബർസഖി ലോകം, മരണാനന്തര ജീവിത ലോകം, അത് ഈമാനിന്റെ അഹിലുകാർക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം ഇസ്ലാമിൽ നാശമല്ല, മരണം ഇസ്ലാമിൽ അവസാനമല്ല. പിന്നെയോ ഗർഭാശയത്തിൽ, ഭൂമിയിൽ, ഖബറിൽ, മഹ്ശറിൽ മനുഷ്യന്റെ അവസാനം എന്നതില്ല. പിന്നെ ശാശ്വത ലോകത്ത്, സ്വർഗത്ത് താമസിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യർക്കൊരു നാശമില്ല, നശിക്കലില്ല. മനുഷ്യൻ ഇങ്ങനെ ജീവിത യാത്രയിലാണ്. ആ യാത്ര തുടരുമ്പോൾ ഓരോ സ്ഥലത്തും അവിടേക്കനുസരിച്ച താമസം, അവിടേക്കനുസരിച്ച ഭക്ഷണം. കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കണം. ഇന്നാളൊരു മോലിയാർ ദ്വാർന്നു, മകൻ വന്നുങ്ങാണ്ട് വാപ്പാനോട്, മക്കൾ വന്നുങ്ങാണ്ട് ഉസ്താദിനോട് പറഞ്ഞു, വാപ്പ മരിച്ചിക്കണ്, നമ്മൾ ദ്വാർക്കണമെന്നോ. അപ്പൊ മോലിയാർ ദ്വാർന്നോല്ലോ, പടച്ചോനെ വാപ്പ ഈ കുട്ടികളെ വാപ്പാന്റെ ഖബർ വിശാലമാക്കണേ. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു, ഖബറൊക്കെ വിശാലമായ ആ കല്ലൊക്കെ പാടെ വാപ്പാന്റെ മേത്തേക്ക് പോകൂല ചോദിച്ചു. കണ്ടങ്ങൾ. അപ്പൊ ഓല് വാപ്പാനെയും ഖബറും മനസ്സിലാക്കിയത് ഏത് മാതിരിയാണ്? വഹാബികൾ മനസ്സിലാക്കിയ മാതിരിയാണ് അല്ലേ? നിങ്ങളും അതിൽ കുടിക്കാം. അള്ളാഹു ഖൈർ തരട്ടെ. അപ്പൊ ആ കുട്ടിയൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. എന്ത്? ഉമ്മയുടെ ഗർഭാശയം ആകെ 11 ഇഞ്ച് നീളം, 11 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതിയും, അത്രയാണ് ഗർഭാശയം. ആ ഗർഭാശയത്തിൽ 1-ാം മാസം പടച്ചോനെ ഗർഭാശയം വിശാലമാക്കണേ, 2-ാം മാസം വിശാലമാക്കണേ, 3-ാം മാസം വിശാലമാക്കണേ, 4-ാം മാസം വിശാലമാക്കണേ. 9-ാം മാസം എത്തുമ്പോഴത്തെ 2.5 കിലോ 3 കിലോ കുട്ടിക്ക് താമസിക്കാൻ. അള്ളാഹു റബ്ബി, ഞാൻ മിനിഞ്ഞാന്നൊരു വീട്ടിൽ പോയി നോക്കുമ്പോൾ 3 കുട്ടികളും 9-ാം ക്ലാസ്സിൽ. അപ്പൊ ഞാൻ ചോദിച്ചു 3 എങ്ങനെ ഒപ്പായി? അപ്പൊ നോക്കുമ്പോൾ ഒരു പ്രസവത്തിന് 3 കുട്ടികളാണ്. 3 കുട്ടികൾ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ആ ഉമ്മാന്റെ ഗർഭാശയം വിശാലമാക്കണേ. ഉമ്മാന്റെ ഗർഭാശയം വിശാലമാക്കിയിട്ട് ഗർഭാശയം പൊട്ടിയോ, പള്ള പൊട്ടിയോ, എന്നാ ബാപ്പാന്റെ ഖബറാണ് വിശാലമായിക്കോട്ടെ, അതുകൊണ്ട് മൂടുകല്ല് പുകൂല. അത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടിയൊക്കെ. എന്തുകൊണ്ട്? ഇപ്പത്തെ കുട്ടികൾ ശാസ്ത്രവും പഠിക്കണില്ല, മതവും പഠിക്കണില്ല. ശാസ്ത്രവും പഠിക്കുന്നില്ല, മതവും പഠിക്കണില്ല. മുതിർന്ന തലമുറയാണ് നമ്മളൊക്കെ. നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളുടെ നമ്മൾ പഴയ തലമുറയിലെ ആളുകൾ അവര് മഹാന്മാരെ വിശ്വസിച്ച് അങ്ങനെ തന്നെ സ്വീകരിച്ചു. പഠനം അത്രേ ഉള്ളെങ്കിലും ഈമാൻ ശക്തിയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് പഠനം കുറവാണെങ്കിൽ അവരുടെ ഈമാൻ എന്താണ്? ശക്തിയാണ്. ഇപ്പൊ കുട്ടികൾക്ക് വിരൽ തുമ്പിൽ എല്ലാ വിവരവും കിട്ടുകയാണ്. അപ്പൊ അവര് ഗുരുനാഥനില്ലാത്ത വിവരാണ് കിട്ടുന്നത്, ഉസ്താദ് ഇല്ലാത്ത വിവരാണ് ഇപ്പൊ അധികം കിട്ടുന്നത്. ഉസ്താദ് ഉള്ള വിവരമല്ല. ഇപ്പൊ വിരൽ തുമ്പിൽ കിട്ടുന്ന വിവരത്തിനൊന്നും ആരില്ല, ഒരു ഗുരു ഇല്ല. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? ഗു ഇരുട്ട്, രു വെളിച്ചം. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആൾ. അതിനാണ് അറബിയിൽ ഉസ്താദ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷെയ്ഖ് എന്ന് പറയാം. അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അതാണ് അറിവ്. ആ അറിവ് കിട്ടണം. അതിപ്പോൾ കിട്ടാത്ത രൂപത്തിൽ വിരൽ തുമ്പിൽ പല വിവരവും കിട്ടുന്നുണ്ട്. അതിന് കുട്ടികളെ ആക്ഷേപിക്കലല്ല, പിന്നെ അവർക്ക് കിട്ടിയ വിവരവും പഴയ തലമുറയിലെ അനുഭവവും രണ്ടും കൂടി വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾക്ക് എപ്പോൾ പഠിപ്പിക്കണം? കുട്ടികൾക്ക് ആവശ്യമായത് പഠിപ്പിക്കേണ്ട സമയത്ത് വാപ്പിയും കുട്ടിയും അകലെയാണ് അല്ലേ? നമ്മൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ പ്രസവിച്ച ഉടനെ 40 ദിവസം, 60 ദിവസം, 90 ദിവസം, 1.5 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴൊക്കെ നമ്മൾ കുട്ടികളെങ്ങനെ
ആഞ്ഞ് പിടിച്ച് ഉമ്മ വെച്ച് താലോലിച്ചുണ്ടാകും. കുട്ടി കുറച്ച് വലുതായി, കുട്ടിക്ക് വയസ്സെത്രയായി? കുട്ടിക്ക് വയസ്സ് 10 പിന്നെ നമ്മൾ ചേർത്ത് പിടിക്കലുണ്ടാ? 10 വയസ്സ് കുട്ടിക്കായി, പിന്നെ ഓന്റെ വൈക്കായി, നമ്മളെ വൈക്കായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഉപദേശങ്ങൾ കൊടുത്ത വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലുഖ്മാൻ. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹുവിന്റെ പേരിലുള്ള ആ സൂറത്താ ലുഖ്മാൻ അലൈഹിസ്സലാം അല്ലേ? ആ ലുഖ്മാൻ ഹക്കീം തങ്ങളുടെ പേരിലുള്ള സൂറത്തിൽ യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശം തുടങ്ങുന്നുണ്ട്. ആ ഉപദേശം തുടങ്ങുന്ന ആയത്ത് എത്രയാണ്? ലുഖ്മാൻ ഹക്കീം സൂറത്തിലെ ആയത്ത് 13, 14, 15, 16, 17, 18 ഈ ആയത്തുകളാണ് യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ. നമ്മുടെ മക്കൾ ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് കടന്ന് വല്ലാത്തൊരു സമയമാണ്. കുട്ടി വഴിതെറ്റിപ്പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 10 വയസ്സാനന്തരമുള്ള സമയം. ആ 10 മുതൽ 20 വരെയുള്ള സമയം. അപ്പൊ വാപ്പമാർ കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഉമ്മമാർ മക്കളെ ചേർത്ത് പിടിക്കണം. അവിടെയാണ് വിളിക്കേണ്ടത് മോനെ എന്ന് വിളിക്കേണ്ടത്, അവിടെയാണ് വിളിക്കേണ്ടത് മോളെ എന്ന്. അതാണ് സൂറത്തുൽ ലുഖ്മാൻ മകനെ ഉപദേശിച്ചിരിക്കുന്ന ആയത്തുകളെ എണ്ണം നോക്കിയാൽ 13, 14, 15, 16, 17, 18 ആ ആയത്തുകളിലാണ്. ആ ആയത്തുകളെ എണ്ണം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? മക്കൾക്ക് നിരന്തരം ഉപദേശം, സ്നേഹബുദ്ധ്യ, വാത്സല്യബുദ്ധ്യ ചേർത്ത് പിടിച്ചുകൊണ്ട് അമുക്കേന്ന് വിളിച്ചിട്ടല്ല ഉപദേശിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാം മോനെ വിളിക്കുന്നുണ്ട്. എവിടെ വിളിക്കണത്? നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറി, അതാ നൂർ, തിരമാലകൾ ഒന്നായിട്ട് വരികയാണ്. പർവ്വത തുല്യമായ തിരമാല. മരിക്കുമെന്ന് ഉറപ്പാണ് മക്കൾ കപ്പലിൽ കയറാത്തവര്. അവിടെ ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ തൊണ്ട ഇടറി അല്ലേ? നൂഹ് നബിന്റെ തൊണ്ട ഇടറി. മകൻ അവിടെ നിൽക്കാണ്. ആ മോനെ മൂപ്പര് വിളിക്കുന്നുണ്ട് യാ ബുനയ്യ. അപ്പോഴും വിളിച്ചത് കുഞ്ഞു മോനെ. അമുക്കേ നോക്കി നിൽക്കണ്ട, ഇതിക്കായിരിക്കോന്നല്ല. നമ്മളൊക്കെ കുട്ടികളെ കുറ്റപ്പെടുത്താണ്, വാപ്പാരും വല്യപ്പാരും ഒക്കെ. ഇപ്പത്തെ മക്കളാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയാണ് മക്കളെ നോക്കിയത്? അപ്പ നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചത് തൊണ്ട ഇടറിക്കൊണ്ട് യാ ബുനയ്യ ഇർകം മഅനാ. ആ ആയത്ത് എങ്ങനെയാണ്? ബാ മീമിൽ കൂടി പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? നൂഹ് നബിക്ക് തൊണ്ട ഇടറി, വേദനപ്പെട്ട് യാ ബുനയ്യ ഇർകം മഅനാ. ബാഇന്റെ ഉച്ചാരണം അവിടെ കേൾക്കാതെയാണ് പോവുകയാണ് ചെയ്തത്. അത് പിന്നെ കായികയായിട്ട് വന്നു അല്ലേ? അല്ലാഹു റബ്ബി ഇർകബ് മഅനാ എന്നാ പറയേണ്ടത്. പക്ഷെ എന്തായി? ആ പറച്ചിന്റെ ആ തൊണ്ട ഇടറിയിട്ടുള്ള പറച്ചില് യാ ബുനയ്യ ഇർകം മഅനാ. അപ്പോഴും വിളിച്ചത് മോനേന്നാണ്. നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾ എങ്ങനെയാണ് നന്നാക്കി എടുക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിഗൗരവമുള്ള വിഷയം തന്റെ മകന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വിളിക്കുന്നുണ്ട്. യാ ബുനയ്യ, പൊന്നു മോനെ. മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശത്തിന് വേണ്ടി വാപ്പാര് വിളിച്ച 5 ആയത്ത്. ആ 5ഉം എങ്ങനെയാണുള്ളത്? യാ ബുനയ്യ, പൊന്നു മോനെ. അപ്പൊ ഉമ്മമാർ, ഉപ്പമാരെ മക്കളെ നന്നാക്കിയെടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 10 വയസ്സ് കുട്ടികളെ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടന്ന് പ്രായപൂർത്തിയുടെ അടയാളങ്ങളൊക്കെ കണ്ടില്ലെന്ന് നിൽക്കുന്ന ആ സമയം കുട്ടികളെ വഴിതെറ്റിക്കാനും കുട്ടികൾ വഴിതെറ്റിപ്പോകാനും ഏറെ സാധ്യതപ്പെട്ട സമയത്ത് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം, നമ്മുടെ മക്കളെ കൂടെ നിർത്തണം. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, പുഞ്ചിരികൾ, കളിയും ചിരിയും അവരെ കൂടെ നിർത്തിക്കൊണ്ട് കാര്യം പറയണം. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അവര് നമ്മുടേതായി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഫലപ്പെടണ്ടേ? ആ ഫലപ്പെടണമെങ്കിൽ മഹാന്മാരായ ആളുകൾ ജീവിച്ച് കാണിച്ചത് നമ്മൾ ഓർക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൗലവി പാപ്പ ആകെ എത്ര വയസ്സാ ജീവിച്ചത്? 87 വയസ്സ് ജീവിച്ചു എന്ന് മനസ്സിലാവും. ഇതിപ്പോ 62ാമത്തെ ആണ്ടാണ്. ഈ 87 വർഷത്തിനിടക്ക് തനിക്ക് ശാശ്വതമായി താമസിക്കാനുള്ള ബർസഖി ലോകത്തെ വീട്, ഈ കൂടിയിരിക്കുന്ന പല ആൾക്കാരും ഗൾഫിൽ പോയി പ്രവാസ ലോകത്ത് നിന്ന് സമ്പാദിച്ചു. എന്ത് വേണം?
ഒരു വീടുണ്ടാക്കണം, വീടിന് സ്ഥലം വാങ്ങണം, വീടുണ്ടാക്കണം. കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പണമുണ്ടാക്കി, അതിനുവേണ്ടി കുറി കൂടി. ആ കുറി കിട്ടിയപ്പോൾ ഒരു കുറി കിട്ടിയപ്പോൾ തറട്ടു, മറ്റൊരു കുറി കിട്ടാൻ കാത്തു നിന്ന് വീടിനെ വാർപ്പ് വെച്ചു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണ് നമുക്കൊരു വീട്. ഭൂമിയിൽ താമസിക്കാൻ ഒരു വീട് എല്ലാവരുടെയും അഭിലാഷമാണ്. ഇങ്ങനെ ഒരു വീടിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ നമ്മുടെ ആയുഷ്കാലം എത്രയാണ്? നമ്മുടെ ആയുഷ്കാലം എത്രയാണ്? നമുക്കിപ്പോൾ കിട്ടിയത് കൂട്ടിയിട്ട് ബാക്കിയൊന്ന് കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? വയസ്സ് എത്രയാന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളാരെങ്കിലും പറയോ? ഒരാളോട് വയസ്സ് ചോദിച്ചാൽ മറ്റവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണം. ഇന്നാളൊരു ചങ്ങായിനോട് വയസ്സ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു 55 കടന്ന് തിരിയൽ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. 65 എന്ന് പറയുന്നൊരു ബേജാറ്. ഇനിയിപ്പോ എത്രയാണ് കിട്ടാൻ പോണത്? അപ്പൊ ആ കിട്ടാൻ മരണപ്പെട്ടാൽ അനന്തര വീട്, ആ അനന്തര വീട് അത് സമ്പാദിക്കാൻ അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ നമുക്ക് എന്താണ് കാണിച്ചു തന്നത്? എന്തേലും പറയല് വാളക്കുളം. ഈ വാളക്കുളം പ്രദേശത്തേക്ക് ഇന്ന് കാണുന്ന ഈ റോഡൊന്നും അന്നില്ല. ഇങ്ങോട്ട് വരുന്ന ഒരു ഓട്ടോറിക്ഷയും അന്ന് കണ്ടെത്തിയിട്ടില്ല. അന്ന് ഈ കാണുന്ന വാഹനങ്ങളൊന്നുമില്ല. എന്നിട്ട് ഇവിടെ മൂപ്പര് താമസിക്കുമ്പോൾ ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ ഈ അബ്ദുൽ ബാരി മൗലിയാർ പാപ്പയും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും എങ്ങനെയായിരിക്കും ആശയവിനിമയം നടത്തിയത്? എങ്ങനെയായിരിക്കും തോന്നി ചോദിച്ചാൽ രണ്ടാക്കും ഭാഷ അറിയോ അറിയില്ലേ എന്നല്ല ഞാൻ ചോദിച്ചത്. രണ്ടാക്കും എന്താണ്? ബഹുഭാഷാ പണ്ഡിതന്മാരാണ്. അബ്ദുൽ ബാരി മൗലിയാർ പാക്കും എന്താ അറിയാം? അറബി അറിയാം, ഉറുദു അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഫാരിസി അറിയാം. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് അറബി അറിയാം, ഉറുദു അറിയാം, ഫാരിസി അറിയാം, ഹിന്ദി അറിയാം, തമിഴ് അറിയാം, 6 ഭാഷ അറിയാം. അബ്ദുൽ ബാരി മൗലിയാർ പാക്കക്ക് 4 ഭാഷ അറിയാം. എങ്ങനെ ആശയവിനിമയം നടത്തിയെന്ന് വെച്ചപ്പോൾ സംസാരിക്കാൻ കഴിയൂല എന്നല്ല, പിന്നെ അവിടെ നിന്ന് കോഴിക്കോട്ട് നിന്ന് ആ വിവരം ഇങ്ങോട്ട് കിട്ടണ്ടേ, ഇവിടുന്ന് ഈ വിവരം അങ്ങോട്ട് കിടക്കണ്ടേ? ഒന്ന് ഓർത്ത് നോക്കി നിങ്ങൾ. ഇവിടെ നിന്നും ഇനി കുറെ അപ്പുറത്താണ് ആര് താമസിക്കണത്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ താമസിക്കണത്, പാങ്ങിക്കാർ. അല്ലാഹു റബ്ബി, അവരൊക്കെ അന്ന് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുക? ഓരൊക്കെ കോഴിക്കോട് മീറ്റിംഗ് ചേരുകയാണ്. പടച്ചോനെ, ആ മീറ്റിംഗിലേക്ക് അവരെ വിളിച്ചു ചേർക്കാൻ എത്ര സാഹസപ്പെട്ടിട്ടുണ്ടാകും? കേരളത്തിൽ നിന്ന് അന്നത്തെ 40 ആലിമീങ്ങളെ കണ്ടെത്താൻ. എന്നിട്ട് അവർ കോഴിക്കോട് മീറ്റിംഗ് ചേർന്നു. നമ്മൾ ഇന്ന് പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അല്ലാഹു തആല ഒരു അനിവാര്യമായ ഘട്ടത്തിൽ സമസ്തയിൽ ഒരു പിളർപ്പുണ്ടാക്കി. അത് ഈ സമസ്തന്റെ വളർച്ചക്കൊരാവശ്യമായിരുന്നു എന്ന് കരുതാം. അങ്ങനെയാണ് AP ഉസ്താദ് ഒരു ടീമും EK ഉസ്താദ് ഒരു ടീമും 2 ടീമായി. നിങ്ങൾ കുറെ ആൾക്കാർ ഏതിൽ ചേർന്നു? EK ഉസ്താദിന്റെ ഒപ്പം ചേർന്നു, അൽഹംദുലില്ലാ. നമ്മൾ കുറെ ആൾക്കാർ AP ഉസ്താദിന്റെ ഒപ്പം ചേർന്നു, അൽഹംദുലില്ലാ. അല്ലേ? ഒരു ഫുട്ബോൾ കളിക്കലാണ് ഏറ്റവും ഹരമുള്ള കളി, അല്ലേ? ആ ഗ്രൗണ്ടിൽ ഒരു പന്ത്, അതിന് 2 ടീം കളിക്കുക, അപ്പോഴല്ലേ കളിക്കൊരു ഹരമുള്ളൂ. അതാ പറഞ്ഞത്. കേരളം ഒരു ഗ്രൗണ്ട്, സുന്നത്ത് ജമാഅത്ത് ഒരു പന്ത്. ആ ഒരു പന്തിന് എന്തായി? ഇവിടെ 2 കൂട്ടരും കൂടി കളി തുടങ്ങി. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ കളിച്ച് എന്തായി? അൽഹംദുലില്ലാ. കേരളത്തിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ 2 കൂട്ടരും കളിച്ചു. കളി അറിയാത്തവര് പിന്നെ പിടിച്ചു ഉന്തിയിട്ടും കാലിന് വള്ളി വെച്ചിട്ടും അക്കുൽമാലുണ്ടാക്കിയിട്ടും, കളി അറിയുന്നവര് ഗോൾ അടിച്ചും കൊണ്ട് പോയി. കളി അറിയാത്തവര് ഗ്രൗണ്ടിൽ ഇറങ്ങി മറ്റവനെ വള്ളി വെച്ച് കള്ളിടാൻ ഉന്തി വർച്ചാനും ഒക്കെ നോക്കി. അതിപ്പോഴും തുടരുക തന്നെയാണ്. അള്ളാഹു ഖൈർ തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞമ്മക്ക് നമ്മളെ വഴിക്ക് പോകാം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആലിമീങ്ങൾ അന്ന് സമസ്ത എന്ന പണ്ഡിത സഭയുണ്ടാക്കി 1926 അന്ന് രൂപീകരിച്ച സമസ്തയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് ആര്? മൗലിയാർ പാപ്പ. 19 കൊല്ലത്തിലധികം, ഏകദേശം 20 കൊല്ലം വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നു. അന്നൊക്കെ പ്രസിഡന്റ് ആരാ? കുറച്ച് വർഷം പ്രസിഡന്റ് മുല്ലക്കോയ തങ്ങൾ വരക്കൽ, പിന്നെ കുറച്ച് പ്രസിഡന്റ് ആര്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവര് 2 പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ വൈസ് പ്രസിഡന്റായി. പിന്നെ മൂപ്പര് പാങ്ങക്കാരൻ ഒഫാത്തായപ്പോഴാണ് മൂപ്പര് പ്രസിഡന്റ് ആകുന്നത്. ആ പ്രസിഡന്റ് പദവി 20 കൊല്ലം നിന്നു. എത്ര കൊല്ലം?
20 കൊല്ലം. സമസ്തയുടെ അധ്യക്ഷന്മാരെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വർഷം അധ്യക്ഷ കസേരയിൽ നിന്നത് 2 ആളാണ്. ഒന്ന് മൂല്യർ പാപ്പ വാളക്കുളം, രണ്ടാമത്തേത് താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ. അവർ രണ്ടുപേരും ഉള്ളാളത്തങ്ങൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ്, പിന്നെ ബാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രസിഡന്റ്, മൂല്യർ പാപ്പ പ്രസിഡന്റ്, സദഖത്തുള്ള മുസ്ലിയാർ പ്രസിഡന്റ്, കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ്, അല്ലേ, ഉള്ളാൾ തങ്ങൾ പാപ്പ പ്രസിഡന്റ്, MA ഉസ്താദ് പ്രസിഡന്റ്. 7 ആള് കഴിഞ്ഞു. 8ാമത്തെ പ്രസിഡന്റാണ് ഇപ്പോൾ ഈസുൽ ഉലമ സുലൈമാ ഉസ്താദ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാ, കഴിഞ്ഞവർക്കൊക്കെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. അതിൽ 40 കൊല്ലം സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. ആ മഹാഭാഗ്യവാനാണ് നമ്മൾ അനുസ്മരിക്കുന്ന മൂല്യർ പാപ്പ. മൂല്യർ പാപ്പ അക്കാലത്ത് ബാഖിയാത്തു സ്വാലിഹാത്ത് കോളേജിൽ ആ കാലത്ത് 5 കൊല്ലമാണ് പഠിച്ചത്. ബാഖിയാത്തു സ്വാലിഹാത്ത് കോളേജിൽ മൂല്യർ പാപ്പ എത്ര കൊല്ലം പഠിച്ചു? 5 കൊല്ലം. അന്നത്തെ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരിന്, നമ്മുടെ കേരളത്തിലെ അക്കാലത്തെ പണ്ഡിതന്മാരിൽ അധിക പേരും ബാക്കവികളായിട്ട് വരുന്ന ആളുകളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട AP ഉസ്താദ് ബാക്കവിയാണ്, പൊന്മുള ഉസ്താദ് ബാക്കവിയാണ്, അങ്ങനെ കുറെ ഉസ്താദ്മാരെ നമുക്ക് ബാക്കവിയായിട്ട് കാണാം, അല്ലേ? ആ ബാക്കവികളെ കൂട്ടത്തിൽ കേരളത്തിലെ ബാക്കവി ബിരുദം നേടിയിരിക്കുന്ന 2ാമത്തെ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൂല്യർ പാപ്പ. നമ്മൾ മഹാന്മാരെ അനുസ്മരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. 5 വർഷമാണ് ബാക്കിയാത്തിൽ പഠിച്ചത്. എന്നിട്ട് നാട്ടിൽ തിരിച്ചെത്തിയ ബഹുമാനപ്പെട്ടവർ കുറച്ചു കാലം ഇതിന്റെ പരിസരത്തൊക്കെ ദർശനം നടത്തിയിട്ടുണ്ട്. കുറച്ചു കാലം ദർശനം നടത്തി. പിന്നെ ബഹുമാനപ്പെട്ടവർ നാട്ടിൽ തന്നെയായി. ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൂല്യർ പാപ്പ ഈ നാട്ടിൽ 40 കൊല്ലത്തെ മുദരിസാണ്. 40 കൊല്ലത്തെ മുദരിസാണ്. അല്ലാഹു റബ്ബി, ഒരു പുരുഷായുസിന്റെ എല്ലാ ഭാഗവും അള്ളാഹുവിന്റെ ദീൻ മാത്രം. ബഹുമാനപ്പെട്ട മൂല്യർ പാപ്പാക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നെന്താ, ബഹുമാനപ്പെട്ടവർ തികഞ്ഞ പണ്ഡിതനാണ്. 2 നല്ല പ്രസംഗകനാണ്. 3 നല്ല മുഫ്തിയാണ്. 4 നല്ല മുദരിസാണ്. 5 നല്ല പണക്കാരനാണ്. 6 ബഹുഭാഷാ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ മൂല്യർ പാപ്പാനെ അക്കാലത്ത് എല്ലാവർക്കും അംഗീകാരമാണ്. 2.5 ലക്ഷം രൂപ അക്കാലത്തെ 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ എത്രയാണ്? ഒന്ന് പറഞ്ഞാണ് ആരെങ്കിലും ഒരാളൊരു സുമാർ. എന്ത് 2.5 കോടി അങ്ങായാലും ഇപ്പൊ കോടി ആയിരിക്കുവാണ്. ഞാൻ മിഞ്ഞാന്ന് വരുന്ന സമയത്തിൻ്റെ ആ ലോട്ടറി വെക്കണ ചങ്ങായോ 2.5 കോടി 3 കോടിയോ ഞാൻ തിരിഞ്ഞു നോക്കിയായിരുന്നില്ല. കോടി എന്നൊന്നും കേട്ടപ്പോൾ വല്ല ബലിയുണ്ടോ? അന്ന് അതല്ല, 1 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അടുത്ത ദിവസം വഫാത്തായി നമ്മളെ കട്ടിപ്പാറ ഉസ്താദ്, KK ഉസ്താദ് എന്നോ കട്ടിപ്പാറ ഉസ്താദ് എന്നൊക്കെ പ്രസിദ്ധനായ ആളാണ്. മർക്കസിലെ പ്രധാന മുദരിസുമാർ. 988 മുതൽക്ക് മർക്കസിലെ മുദരിസ. അതിന് മുമ്പ് 16 കൊല്ലം ദർസിൽ മുദരിസ. വഫാത്തായിരുന്ന സമയത്ത് 80 വയസ്സാണ്. ബഹുമാനപ്പെട്ടവർ 53 കൊല്ലം ദർസ് നടത്തി. മൂപ്പരെ കൂടെ ദർസിൽ പഠിച്ച മുത്താലിമാണ് ഞാൻ 5 വർഷം. ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ OK ഉസ്താദിൽ നിന്ന് ബാക്കിയാത്ത് പോയപ്പോ ബാക്കിയാത്തിന്റെ തൊട്ട് താമസിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ മലയാളികൾ ചികിത്സക്ക് വരും. ചികിത്സക്ക് വന്നിട്ട് ആളുകൾക്ക് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ പൈസ ഇല്ല. അപ്പൊ മലയാളികൾ പഠിക്കുന്ന ഈ കോളേജിൽ വരും. കോളേജിൽ വന്നിട്ട് പൈസ വെച്ചാൽ അവിടെ പൈസ കൊടുക്കാനുണ്ടോ? KK ഉസ്താദ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇത് കണ്ട് വിഷമിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെയുള്ള മലയാളികളൊക്കെ പല കൂട്ടിയിട്ട് സിയാനത്തുൽ ഉറബ എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി, പാവങ്ങളെ സഹായിക്കാൻ, വിദേശികളെ. അങ്ങനെ അവരെന്ന് നിശ്ചയിച്ചത് എന്താ പറയാ, ഒരാള് 5 പൈസ ആഴ്ചയിൽ കൊടുക്കാൻ. എത്ര പൈസ? 5 പൈസ. 5 പൈസന്റെ വില മനസ്സിലാക്കണങ്ങൾ. അങ്ങനെ 5 പൈസ ഒരു കൂട്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ വിഷമിക്കുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കും. ബാക്കിയാത്തിൽ ആ കമ്മിറ്റി 20 കൊല്ലം തുടർന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ജീവിച്ചപ്പോൾ അവരുടെ ബർസഖി ലോകത്തെ ഈസാ നബി അവിടെ വിലസാണ്. ആദം നബി അലൈഹി സ്വലാം അവിടെ സന്തോഷമായിട്ട് ജീവിക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഞാൻ കണ്ടു, അങ്ങനെ പറയാണ് റസൂലുള്ളാഹി തങ്ങൾ. മഹാന്മാരെ കണ്ട വിവരം ഞാൻ വേറെ പറഞ്ഞുതരാം. ആശിക്കീങ്ങളായ ആളുകൾ,
ആശിഖീങ്ങളായ മഹാന്മാർ, അല്ലാഹു റബ്ബി ആശിഖുർ റസൂലുകളായ മഹാന്മാർ വഫാത്താകുന്ന സമയത്ത് വസിയത്ത് എഴുതി വെച്ച കൂട്ടത്തിൽ കാണും. എന്താ എഴുതി വെച്ചത്? എന്റെ ഖബർ കുഴിക്കുമ്പോൾ നിങ്ങൾ ഈ ഖബർ കുറച്ചും കൂടി ആയത്തിൽ കുഴിക്കണം. എന്റെ ഖബർ കുഴിക്കുന്ന സമയത്ത് ഈ ഖബർ എന്ത് ചെയ്യണം? കുറച്ച് ആയത്തിൽ കുഴിക്കണം. എന്തിനു വേണ്ടി? ഞാൻ എൻ്റെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ആശിക്കാണ്. ഞാൻ ഖബറിലുണ്ടെന്ന് അറിയുമ്പോൾ എന്നെ കാണാൻ മുത്തുനബി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ എനിക്കവിടെ കിടക്കാൻ കഴിയില്ല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം. അതുകൊണ്ട് എൻ്റെ ഖബറിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ഖബർ നിങ്ങൾ കുറച്ച് ആഴം കൂട്ടി കുഴിക്കണേ എന്ന് ആശിഖീങ്ങൾ വസിയത്ത് ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഖിയാമിലിൽ അസീസി അലയ്യ ഫർദു വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു. നമ്മൾ മഹാന്മാരെ പറ്റി പഠിക്കുമ്പോൾ നല്ല പോലെ ഓർമ്മിച്ച് പഠിക്കണം. ഈമാനിന്റെ വർധനവ് മഹാന്മാരെ ചരിത്രം പഠിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് ചരിത്രം പഠിക്കണം എന്നൊരു സൂറത്ത് തന്നെ കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ ആളുകൾ ബർസഖി ലോകത്തേക്ക് വേണ്ടി അവർ സമ്പാദിച്ചു. ആ സമ്പാദ്യത്തിൽ അബ്ദുൽ ബാരി മൗലവി പാപ്പ ഈ നാട്ടിൽ 40 കൊല്ലത്തെ മുദരിസായിരിക്കുന്ന മധ്യേ ഇവിടെ ഒരു കോളേജ് ഉണ്ടാക്കി. എന്തിനാ കോളേജിന്റെ പേര്? മൗലവിയ്യ കോളേജ്. അത് എവിടെയായിരുന്നു അറിയും? ഒന്ന് ചരിത്രം അന്വേഷിക്കണം. ഇവിടെ മറ്റേ ഇത് പുറത്തിറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. അത് പുറത്തിറങ്ങുമ്പോൾ സുമാറത് എവിടെയെന്നൊക്കെ ഇവിടെ അന്വേഷിച്ചാൽ കിട്ടും. മൗലവിയ്യ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലൊരു കോളേജ് ആര് സ്ഥാപിച്ചിട്ടുണ്ട്? ബഹുമാനപ്പെട്ട മൗലവി പാപ്പ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കോളേജ് ഏകദേശം 2 പതിറ്റാണ്ട് ഇവിടെ ആ കോളേജ് നിലനിന്നിട്ടുമുണ്ട്. മൗലവിയ്യ കോളേജ് എന്നതിന് പേര്. ബഹുമാനപ്പെട്ട മൗലവി പാപ്പ ഏത് പഠിപ്പിച്ചു? ആത്മീയ ലോകം പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഏത് പഠിപ്പിച്ചു? ഭൗതിക വിദ്യാഭ്യാസം കിട്ടണം. അതിനുവേണ്ടി ഇവിടെ സ്കൂൾ സ്ഥാപിച്ചു. ബഹുമാനപ്പെട്ട മൗലവി പാപ്പ സ്ഥാപിച്ചിരിക്കുന്ന സ്കൂൾ LP സ്കൂളായി, അത് പിന്നീട് UP സ്കൂളായി. കേരള പിറവി വന്നപ്പോൾ അത് UP സ്കൂളായി. കേരള പിറവി കുറച്ചും കൂടി തുടർന്നു പോകുമ്പോൾ അത് സെക്കൻഡറി 10ാം ക്ലാസ് സ്കൂളായി. ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി സ്കൂളായി ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇല്ലേ? നിങ്ങളെന്തേലും ചരിത്രം പഠിച്ചു? ഇവിടുത്തെ സീനിയർ സെക്കൻഡറി സ്കൂൾ ആര് സ്ഥാപിച്ചതാണ്? മൗലവി പാപ്പ സ്ഥാപിച്ചതാണ്. മൗലവി പാപ്പ കാഴ്ചക്ക് വലിയ ആചാനുബാഹുവായ വലിയ മനുഷ്യനല്ല, അല്പം കുറിയ ആളാണ്. പക്ഷേ കേരളത്തിൽ എവിടെയും മുതലാളിമാര് തമ്മിൽ തർക്കം, കുടുംബങ്ങൾ തമ്മിൽ തർക്കം, സ്വത്ത് തർക്കം, വിവാഹ തർക്കം, അനന്തരാവകാശ തർക്കം, ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആ തർക്കിച്ച് ഭിന്നിച്ച് നിൽക്കുന്ന 2 പാർട്ടി, 2 കുടുംബം, 2 കൂറുകച്ചവടക്കാർ, 2 മുതലാളിമാർ, 2 അനന്തരാവകാശികൾ, ആരൊക്കെ തർക്കമാണെങ്കിലും ആ തർക്കം പരിഹരിക്കാൻ മൗലവി പാപ്പാന്റെ കോലായിൽ വന്നാൽ ബഹുമാനപ്പെട്ടവരെ പൂമുഖത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ തീരാത്ത പ്രശ്നങ്ങൾ മൗലവി പാപ്പാന്റെ മുമ്പിൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കപ്പെടും. മുതലാളി മൗലവി, മുഫ്തിയായ മൗലവി, മുദരിസായ മൗലവി, 2.5 ലക്ഷം രൂപ പണമായി കയ്യിലുണ്ടായിരുന്ന അന്നത്തെ പണക്കാരനായ മുതലാളി മൗലവി പാപ്പ വഫാത്താകുമ്പോൾ 83 പൈസയാണ് സമ്പാദ്യം ബാക്കിയുള്ളത്. 83 പൈസ. ബാക്കിയുള്ള 2.5 ലക്ഷം രൂപ ഏതിന് ചെലവഴിച്ചു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിച്ചു. ബഹുമാനപ്പെട്ട MA ഉസ്താദി എഴുതുന്നുണ്ട്, സമസ്തയുടെ 6ാമത്തെ പ്രസിഡന്റ് നൂറുൽ ഉലമ MA ഉസ്താദ് ബഹുമാനപ്പെട്ടവർ എഴുതുന്നുണ്ട്, അന്നത്തെ സമസ്തന്റെ ഓഫീസ് ഇവിടെയാണ്. ബഹുമാനപ്പെട്ട മൗലവി പാപ്പ കിടക്കണ മക്ബറ ഉണ്ടല്ല, അതിന്റെ തൊട്ടടുത്തുള്ള ഒരു റൂം പള്ളി, ഒരു റൂം സമസ്തന്റെ ഓഫീസ്. ബഹുമാനപ്പെട്ട MA ഉസ്താദ് തൃക്കരിപ്പൂരിലാണ്. അവിടുന്ന് കൈക്കോട്ട് കടവിൽ മുദരിസായ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് ട്രെയിനിന് കയറും. എപ്പോ? വ്യാഴാഴ്ച. അവിടെ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ഏരിയയാണ്. അപ്പൊ എന്ത് ചെയ്യും? വ്യാഴാഴ്ച ബഹുമാനപ്പെട്ടവർ ദർസ് വിട്ടിട്ട് ഭാര്യ വീട്ടിൽ പോയി അവിടുന്ന് രാവിലെ പോയിരുന്ന ട്രെയിനുണ്ട്, ആ ട്രെയിനിന് തൃക്കരിപ്പൂരിന്ന്
കയറിയാൽ ആ ട്രെയിൻ ഏതാണെന്നറിയോ? ഇന്നത്തെ മാതിരി വന്ദേ ഭാരത് ചും നിറഞ്ഞാൽ പോണതല്ല. പിന്നെ കൂ 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 തീവണ്ടി, കൂക്കിപ്പായും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി എന്നിട്ട് പാട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ വർക്ക് ബുക്കിലുണ്ടായിരുന്നു ഒരു തീവണ്ടി ഇങ്ങനെ പോകാൻ ഇങ്ങനെ പോണേ. ആ വണ്ടിയിൽ അവിടുന്ന് കയറിയാൽ ഇവിടെ എത്തുമ്പോൾ എന്താകും? പരപ്പനങ്ങാടി സ്റ്റേഷനിൽ എത്തുമ്പോൾ വൈകുന്നേരം 4 മണിയാവും. പരപ്പനങ്ങാടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് MA ഉസ്താദ് എഴുതിയത് പരപ്പനങ്ങാടി ഇങ്ങോട്ട് 24 നായിക എന്നാ. ഇപ്പൊ കിലോമീറ്റർ ഒന്ന് നോക്കണം. അത് നടക്കലാണ് MA ഉസ്താദ്. നടന്ന് വന്നിട്ട് ഇവിടെ വന്നാൽ അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മെമ്പർഷിപ്പ് 5 പൈസയാണ്. അത് പ്രകാരം ഇവിടെ മൂല്യർ പാപ്പാന്റെ ഇവിടെ വരും വ്യാഴാഴ്ച രാത്രി. അപ്പൊ ഇവിടെ മൂല്യർ പാപ്പാക്ക് സമസ്തന്റെ കത്തുകളൊക്കെ വന്നത് കിടക്കുന്നുണ്ടാവും. അതൊക്കെ MA ഉസ്താദ് ചെറുപ്പക്കാരനാണ് അന്നത്തെ. ബഹുമാനപ്പെട്ടവർ ആ കത്തൊക്കെ എടുത്ത് തെർത്തീബാക്കി ഡേറ്റ് പ്രകാരമൊക്കെ വെച്ച് പൊട്ടിച്ച് വായിക്കേണ്ടത് വായിച്ച് മറുപടി എഴുതേണ്ടത് ഒക്കെ റെഡിയാക്കി വെക്കും. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ ഉപ്പാപ്പ വന്നിട്ട് ഈ കത്തുകളൊക്കെ വായിച്ചു കൊടുത്തു. മറുപടി എഴുതേണ്ടതൊക്കെ ഏൽപ്പിച്ച് ജുമുഅ കഴിയുമ്പോഴത്തിന് ഇതൊക്കെ എഴുതി ക്ലിയർ ആക്കിയിട്ട് മൂല്യർ പാപ്പാനെ വായിച്ച് കേൾപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട MA ഉസ്താദ് ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ നടക്കും. ഇന്നലെ ആ കുടുകുടി വണ്ടി പോയല്ലോ, കൂക്കു കൂക്കു വണ്ടി, അതുണ്ടാകും തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതിന് കയറിയിട്ട് ബഹുമാനപ്പെട്ടവർ എവിടേക്കെത്തും? തൃക്കരിപ്പൂരിൽ തിരിച്ചെത്തും. ശനിയാഴ്ച രാവിലെ ദർസ് നടത്താൻ MA ഉസ്താദ് വഫാത്തിന്റെ 2 ആഴ്ചക്ക് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, കൂറ്റമ്പാറെ നിങ്ങളൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയെ നയിക്കുന്ന ആളുകളാണ്, ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പരപ്പനങ്ങാടി വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കുന്നതും തിരിച്ച് അങ്ങോട്ട് നടക്കുന്നതും കണ്ണീരോടുകൂടെ പറഞ്ഞിട്ട് പറഞ്ഞു, പുതിയ തലമുറയിലെ പ്രവർത്തകർക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കണം, ഹൈടെക് പഠിപ്പിക്കണം. ഇപ്പോൾ വളരുന്ന കുട്ടികൾ ദീൻ പ്രചരിപ്പിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചത് ഞാനിപ്പോൾ ഓർക്കാണ്. പഴമക്കാരായ ആളുകൾ അവരെ ബാല്യത്തിലും അവരെ കൗമാരത്തിലും അവരെ യുവത്വത്തിലും അവരെ വാർദ്ധക്യത്തിലും അവരെ സക്കറാത്തിലും ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ് വഫാത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുക. ആ സമയത്ത് ഇഖറ ഹോസ്പിറ്റലിൽ AP ഉസ്താദ് കാണാൻ വേണ്ടി വന്നു. AP ഉസ്താദിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് KK ഉസ്താദ് ദ്വാരക്കാണ്, ഉസ്താദെ നിങ്ങൾക്ക് അല്ലാഹു ആഫിയത്ത് തരട്ടെ, നിങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് തരട്ടെ. എന്തേ? ഉസ്താദ് ഒരു ദിവസം ഇവിടെ അധികം താമസിച്ചാൽ ഈ ഉമ്മത്തിന് കിട്ടാവുന്ന ലാഭം. അപ്പൊ അവനാ മരിക്കാൻ കിടക്കുമ്പോഴും ഉസ്താദിന്റെ ആഫിയത്തിന് ദ്വാരക്കാണ് KK ഉസ്താദ്. കേട്ട് നിന്ന നമ്മളൊക്കെ കണ്ണ് നനഞ്ഞുപോയി. നാം ഓർക്കണം, ബർസഖി ലോകമുണ്ട്. മരണം നശിക്കലല്ല, മരണം ഒരു താമസം മാറലാണ്. ആ താമസം മാറുന്ന ലോകത്തേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ അവിടുത്തെ വർത്തമാനങ്ങളൊക്കെ അതാ അവിടേക്ക് പോകാൻ, അവിടെ ശാശ്വതമായി താമസിക്കാൻ. മൂല്യർപ്പാപ്പ ഇവിടെ താമസിച്ചപ്പോൾ യാ റബ്ബ് യാ റബ്ബ് 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഇവിടെയാണ് മീറ്റിംഗ് ചേർന്നത്. അതിൽ വിഷയം അവതരിപ്പിക്കുന്ന പ്രധാനി അന്നത്തെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ MA ഉസ്താദാണ്. MA ഉസ്താദ് വിഷയം അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. ആദ്യത്തെ മദ്രസ എന്ന എന്റെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മൂല്യർപ്പാപ്പ, എന്റെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മൂല്യർപ്പാപ്പ. 40 കൊല്ലമയോളം മുദരിസായ ഉപ്പാപ്പ സുബ്ഹാന ജല്ല ജലാലു ചില ചരിത്രം വായിക്കാൻ കഴിഞ്ഞപ്പോൾ അന്ന് പട്ടിണിയുള്ള കാലാണ്. അന്നത്തെ പ്രധാന ഭക്ഷണം ഏതാ? കഞ്ഞിയാണ്. ഇപ്പൊ കഞ്ഞിയാന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മളെ കഞ്ഞിയാവും അല്ലേ? അല്ലാഹു റബ്ബി. അന്ന് പ്രധാന ഭക്ഷണം കഞ്ഞിയാ. മൂല്യർപ്പാപ്പാന്റെ വീട്ടിൽ വെള്ളിയാഴ്ച വലിയ ചെമ്പില് കഞ്ഞി വെക്കും. ഈ നാട്ടിൽ ജുമാക്ക് കൂടിയ ആളുകളൊക്കെ മൂല്യർപ്പാപ്പാന്റെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ടാണ് പോവുക. അത്ര വലിയ ധർമ്മിഷ്ഠനാണ് മൂല്യർപ്പാപ്പ. നമ്മൾ ചരിത്രം നല്ല പോലെ പഠിക്കണം. നമ്മുടെ നാട്ടിൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ വഴിയായാൽ പറ്റൂല. വലിയ മഹാന്മാരാണ്. ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മൂല്യർപ്പാപ്പ ഈ നാട്ടിൽ താമസിക്കുന്ന സമയത്ത് പിന്നെ എന്താണ് ഒരു ബാക്യപത്രം ഇല്ലാതെ പോയത്? ബഹുമാനപ്പെട്ട മൂല്യർപ്പാപ്പ 7 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒന്ന് മരിച്ചിട്ടോ നിനക്കറ്റി, അല്ലെങ്കിൽ അങ്ങനെ നിലവിലുള്ളപ്പോൾ കല്യാണം കഴിച്ചു. 7 സഹോദരിമാരെ 7 സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. 7ലും മക്കളുണ്ടായിട്ടില്ല. അതാണ് മൂല്യർപ്പാപ്പാന്റെ ചരിത്രം.
പക്ഷേ മക്കളില്ലെങ്കിലും ആയിരക്കണക്കായ പണ്ഡിതന്മാരെ വാർത്തെടുത്തു, ആയിരക്കണക്കായ പള്ളികൾ നിർമ്മിച്ചു, ആയിരക്കണക്കായ മദ്രസകൾ സ്ഥാപിച്ചു. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന രൂപത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ അതിവിടെ രൂപീകരിച്ച് 40 കൊല്ലം നേതൃത്വം നൽകിക്കൊണ്ട് തന്റെ 2.5 ലക്ഷം രൂപയിൽ 83 പൈസ ഒഴിച്ച് ബാക്കി മുഴുവനും ദീനിയായ വിഷയത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇപ്പൊ നമ്മളെ സംഘടനക്ക് പിരിവൊക്കെ ഒഴിവാക്കിയല്ലോ. അത് വിവരം അറിഞ്ഞില്ല നിങ്ങൾ? സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ അങ്ങനെ കൂടുമ്പോൾ എല്ലായിടത്തും ഒരു ആക്ഷേപം ഇപ്പൊ പിരിവ് തന്നെയാണ്. നിങ്ങൾ കമ്മിറ്റിയിലില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതറിയാം. ഞാനിപ്പോൾ ഇതിലുള്ള ആളാണ്. യൂണിറ്റിൽ പിരിവ്, സർക്കിളിലെ പിരിവ്. അപ്പം നമ്മളാണ് തീരുമാനിച്ചു ഇനി പിരിവ് വേണ്ട, ഒറ്റ പിരിവും വേണ്ട, നിങ്ങൾ ആരോട്ട് കൊടുക്കും വേണ്ട, പിരിവൊക്കെ നിർത്തി വെച്ചു. പിന്നെ അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞതും ഹദീസ് പറഞ്ഞതും അത് നമുക്ക് നിർത്തിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സദക്ക കൊടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് നമുക്ക് നിർത്താൻ പറ്റുമോ സാറേ? അതുകൊണ്ട് എല്ലാ യൂണിറ്റിൽ നിന്നും എന്ത് കൊടുക്കണം? സദക്ക കൊടുക്കണം. അതിപ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞ സംഗതിയല്ലേ, നമുക്ക് നിർത്താൻ പറ്റുമല്ലോ. അതുകൊണ്ട് എല്ലാവരും എന്ത് കൊടുക്കുക? ഒക്കെ സദക്ക കൊടുക്കുക. ഇൻഷാ അള്ളാഹ് വാളക്കുളം യൂണിറ്റിൽ നിന്ന് മുസ്ലിം ജമാഅത്തിൻ്റെത് 1 ലക്ഷം രൂപ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാ അക്കൗണ്ട് തുറക്കണം, അന്ന് തന്നെ കൊടുക്കണം. 313 യൂണിറ്റ് മലപ്പുറത്തുനിന്ന് എന്ത് ചെയ്യും? ഓരോരോ ലക്ഷം കൊടുക്കും. അതിലൊരു യൂണിറ്റ് ഏതേക്കാരം മൂലപ്പാപ്പാൻ്റെ യൂണിറ്റ് ആയിരിക്കും. അതിന് തങ്ങൾ ഉത്സാഹിക്കുക തന്നെ വേണം. സമസ്തന്റെ മഹാന്മാരായ അധ്യക്ഷന്മാരൊക്കെ ഉണ്ടായ ഇവിടുന്ന് ആ ചരിത്രം നമുക്ക് നിലനിർത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മഹാന്മാരായ ആലിമീങ്ങൾ അവരിവിടെ സ്കൂൾ സ്ഥാപിച്ചു, അവരിവിടെ കോളേജ് സ്ഥാപിച്ചു, അവരിവിടെ ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചു. അവരുടെ ഹയാത്ത് കാലത്തിന്റെ 1 സെക്കൻഡ് അവർ വിട്ടുപോയിട്ടില്ല. അബ്ദുൽ ബാരി മൂലർ പാപ്പ ഖാദിരിയ തരീഖത്തിന്റെയും റിഫാഇയ തരീഖത്തിന്റെയും അല്ലാഹു റബ്ബി ആ തരീഖത്തുകളുടെയൊക്കെ മഹോന്നത നേതൃത്വത്തിലിരുന്ന ആളാണ്. ആ തരീഖത്തിന്റെ ഒക്കെ മശായിഖ്മാരിൽപ്പെട്ട ആളാണ്. ഇപ്പൊ തരീഖത്തിന്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പത്തെ മനസ്സിലാക്കണ മാതിരി ആകരുത്. ഇപ്പൊ ചില മശായിഖ്മാർ എന്നിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തേ അയാൾക്ക് പ്രത്യേകത എന്ന് വെച്ചു? അയാൾക്ക് മുമ്പ് നിന്നോടത്ത് എന്തോ കിട്ടിയതാണ്. കിട്ടിയത് ഇന്നതാണ് എന്ന് പറഞ്ഞൂടെ? ചില ആൾക്കാർ ജോലിക്ക് വന്നാൽ പറയും എന്ത് പണിയെടുക്കാൻ പറ്റാന്ന് വെച്ചാൽ ഏത് പണിയെടുക്കാൻ, ഒരു പണി അറിയില്ല എന്ന് അതിൻ്റെ അർത്ഥം. പണി അറിയണോ ഏത് പറയും? ഞാൻ ഡ്രൈവറാണ്, ഞാൻ അക്കൗണ്ടൻ്റാണ്, ഞാൻ ഇന്നതാണ് എന്ന് പറയും. ഏത് പണി എടുക്കാന്ന് പറഞ്ഞാൽ ഒരു പണി അറിയില്ല എന്ന് അതിൻ്റെ അർത്ഥം. എൻ്റെ അടുത്തൊരു ചങ്ങായി വന്നേനി രാത്രി. അപ്പം മജ്മഅന്ന് എന്ത് പണി എനിക്ക് അറിയോ ചോദിച്ചു. പൊറാട്ട പണി അറിയാം. എന്നാൽ രാവിലെ ആട്ടെ പൊറാട്ട വിടാൻ നിർത്താന്ന് ചോദിച്ചു. പൊറാട്ട പണിക്ക് പറഞ്ഞയച്ച് നോക്കുമ്പോൾ ഓനെന്താ വെച്ചാൽ എനിക്ക് കുഴക്കാനേ അറിയുള്ളൂ. എന്നാ പിന്നെ ഓൻ കുഴച്ചോട്ടെ, മറ്റോൻ ബീസിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള പൊറാട്ടേ ഉള്ളു. അപ്പം ഇയാൾക്ക് എന്താ, നിങ്ങൾ 4 പൊറാട്ട പ്ലേറ്റിലെടുത്ത് കറി പറഞ്ഞിട്ടുള്ള കുഴക്കലുണ്ടല്ലോ, ആ കുഴക്കലാണ്. പൊറാട്ട പണി അറിയാവുന്ന പണിൻ്റെ കോലപ്പതാണ്. എന്ന മാതിരി ഇപ്പം ചില ഷെയ്ഖന്മാർ ആ ഷെയ്ഖിന് അവിടുന്ന് എന്തോ കിട്ടിയിരിക്കുന്നതാണ്. എവിടുന്ന് പോയി? മുമ്പ് നിന്നോടത്ത് കിട്ടിയതാണ്. അവിടെ പോയി ചോദിച്ചു നോക്കുമ്പോൾ പുറത്ത് 4 കിട്ടിയതാണ്. അതാണ് ഈ എന്തോ എന്ന് പറയുന്നത്. ഇതാണ് ഷെയ്ഖ് എന്ന് മനസ്സിലാക്കാൻ നിൽക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കണം. ഞമ്മക്ക് ഒറ്റ കാര്യം ചെയ്തോളൂ. നമ്മളെ മശായിഖുമാരായ ഉസ്താദുമാർ ഇപ്പം ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാ ഉസ്താദ് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് നീ റാഹത്തും ഇസ്സത്തും കൊടുക്കണേ അല്ലാ. പടച്ചോനെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളവർകൾ പടച്ചോനെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ബദർ സാദാത്ത് തങ്ങളവർകൾ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചോനെ നമ്മളെ കോട്ടൂർ ഉസ്താദ് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മഞ്ഞപ്പറ്റ ഉസ്താദ് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നമ്മളെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ജീവിതം നയിച്ചിരിക്കുന്ന മഹാന്മാർ ഇൽമുമായി ബന്ധപ്പെട്ട് അല്ലാ, അവരൊക്കെ ആരാണ്? ഇവരൊന്നും ഒരു ദിവസം ഹദ്ദാദ് മുടങ്ങാത്തവരാണ്. ജീവിതത്തിൽ ഹദ്ദാദ് ചെല്ലാത്ത ഒരു ദിവസം 7 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 വയസ്സിന് ശേഷം ഇവർക്കൊന്നും ഉണ്ടാവില്ല. അവരോടൊക്കെ ഒരു ഹദ്ദാദിന്റെ ഇജാസത്ത് വാങ്ങാം. എന്തിന്? ഈമാനിന് കാവലാകാൻ, ദോഷം പൊറുക്കാൻ, ആഖിറം രക്ഷപ്പെടാൻ. ഒരു ഹദ്ദാദും ഒരു വിറുദുൽ ലത്തീഫും അതെങ്കിലും പതിവുണ്ടെങ്കിൽ, അൽ കഹ്ഫ് സൂറത്ത് പതിവായിട്ട് ഓതുന്ന വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഈമാൻ തെറ്റുന്ന പ്രശ്നമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ നമ്മൾ കൈമുതലാക്കണം. മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാ മഹാന്മാരും നമുക്ക് മാതൃക കാണിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക എന്താണെന്നറിയോ? നാളെ ആഖിറത്തിൽ വരുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ വിലമതിക്കപ്പെടുന്ന ഒരു പാനീയമുണ്ട്, വെള്ളമുണ്ട്. ഏതാണത്? 3 തുള്ളി വെള്ളം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ളതാണ്. ഏതാണ്? ഒന്ന് ശുഹദാഇന്റെ രക്തത്തുള്ളി, അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഷഹീദായവർക്കുള്ള രക്തത്തുള്ളി, അത് സ്വർഗത്തിൽ അപ്പം തന്നെ സീറ്റ് പിടിക്കും. 2 ഉലമാഇന്റെ മഷിത്തുള്ളി. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൗലവി പാപ്പ രചിച്ചിരിക്കുന്ന കിതാബുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ആ കുട്ടികളെന്നോട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടുള്ളൂ. ഒരുപാട് രചനകളുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ആ കാലത്തെ അൽബയാൻ പത്രത്തിലെ സ്ഥിരം എഴുത്തുകാരനാണ്. അൽബയാൻ പത്രം അന്ന് നിന്നുപോയി. എന്നിട്ട് ഈ വാളക്കുളത്ത് ആ അൽബയാൻ പത്രത്തിന്റെ പ്രസ് സ്ഥാപിച്ചിട്ട് ഇവിടെ വെച്ചുകൊണ്ട് അന്നത്തെ ദീനീ ദഅവത്തിന്റെ അറിയിപ്പിന് വേണ്ടി അൽബയാൻ പത്രം ഇവിടെ തന്നെ അച്ചടിച്ച് ഇറക്കിയിട്ട് വിതരണം ചെയ്തിരുന്ന മഹാനാണ് മൗലവി പാപ്പ. എത്ര വലിയ കിതാബുകൾ എഴുതിയ ആളാ. ശുഹദാഇന്റെ രക്തത്തുള്ളിയും ആലിമീങ്ങളെ മഷിത്തുള്ളിയും നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല തുലനം ചെയ്യും. യൂസനു യൗമൽ ഖിയാമ. ഖിയാമ നാളിൽ മൂല്യനിർണയം നടത്തും. ഏതുമായിട്ട്? മിദാദുൽ ഉലമാഇ വ ദമു ശുഹദാഇ. ആലിമീങ്ങളെ മഷിത്തുള്ളിയും അതേപോലെ തന്നെ രക്തസാക്ഷിയുടെ രക്തത്തുള്ളിയും, ഇത് രണ്ടും കൂടി മൂല്യനിർണയം നടത്തുമ്പോൾ ഫയർജിഹു മിദാദുൽ ഉലമാഇ. ആലിമീങ്ങളെ മഷിത്തുള്ളിക്ക് കനം കൂടും, ആലിമീങ്ങളെ മഷിത്തുള്ളിക്ക് മൂല്യം വർദ്ധിക്കും. അരാദമി ശുഹദാഇ, ശുഹദാക്കളുടെ രക്തത്തുള്ളിയേക്കാൾ. ആ സമയത്ത് ശുഹദാക്കൾ വിചാരിക്കും, നമ്മൾ ഷഹീദാകാനാണ് നിന്നത്, നമുക്ക് ആലിമാകാൻ പറ്റിയില്ലല്ലോ. ശുഹദാക്കൾ ഖേദിക്കും, നമ്മൾ ആലിമീങ്ങളായില്ലല്ലോ. എന്നിട്ട് അവിടെ മഹാന്മാര് പറയുന്നുണ്ട്, ഷഹീദാകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മിനിറ്റ് മതി. ഒരു ശത്രുവിന്റെ വാള് കൊണ്ട് ഒറ്റ വെട്ട് കിട്ടിയാൽ തന്നെ ഷഹീദാകും. ആലിമാകാൻ 1 മിനിറ്റ് കൊണ്ടും 2 മിനിറ്റ് കൊണ്ടും കഴിയൂല. പിന്നെയോ അത് ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ്. ആലിമിന്റെ മഷിത്തുള്ളിയും ശുഹദാഇന്റെ രക്തത്തുള്ളിയും. നിങ്ങൾ നോക്കുക, അന്ന് ആലിമീങ്ങൾ എഴുതിയിരിക്കുന്ന കിതാബ്, പുസ്തകം, അത് എത്രയാണ്? അതിന്റെ തൂക്കിക്കണക്കാക്ക. എന്നാൽ സാധാരണക്കാരെ, നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്കോ ശുഹദാഇന്റെ രക്തത്തുള്ളിക്ക് നമുക്ക് ഭാഗ്യമില്ല. അല്ലാഹു അഅലം. ആലിമിന്റെ മഷിത്തുള്ളിക്കും നമുക്ക് ഭാഗ്യമില്ല. എന്നാൽ നമുക്ക് ഭാഗ്യമുള്ള ഒരു തുള്ളിയുണ്ട്. അത് എല്ലാ നബിമാരും കാണിച്ചു തന്നതാണ്, എല്ലാ ഔലിയാക്കളും കാണിച്ചു തന്ന. അതേതാ? വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാളത് ലഹു ഐനാഹു ഖൗഫൻ കാലി. നാളെ ആഖിറത്തിൽ വരുമ്പോൾ അർശിന്റെ താഴ്ഭാഗത്ത് നേരിട്ട് കൊടുക്കുന്ന 8 വിഭാഗത്തെ ഇങ്ങനെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗമാരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര്. എങ്ങനെ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ വിചാരിക്കുമ്പോൾ സന്തോഷം. അല്ലാഹ്, സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ പഴം, സ്വർഗത്തിലെ പാനീയം, സ്വർഗത്തിലെ 3 പുഴ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ സ്വർഗത്തിൽ ഒഴുകാണ്. സ്വർഗത്തിൽ ഒരു മരം, ആ മരത്തുമേൽ ഇങ്ങനെ പഴം നിറഞ്ഞു വന്നാൽ പടച്ചോനെ ഒരു പഴം എടുത്ത് അതിന്റെ തൊട്ടടുത്ത് ഒരു പഴം മറ്റേ ആളെടുത്ത്, അങ്ങനെ 1,00,000 ആളെടുത്ത് ഒരേ ചുള്ളിയിൽ ഒരു പഴം പറിച്ചാൽ അപ്പം തന്നെ 2ാമത്തെ പഴം വരും. നമ്മളവിടുത്തെ മാതിരി 6 മാസം കഴിഞ്ഞാൽ കാത്തിക്കൊന്നും വേണ്ട, അപ്പം തന്നെ ഒരേ ഒരു മരത്തിന്റെ ഒരു ചുള്ളിന്റെ ഒരു നെട്ടിന്ന് ഒന്നെടുത്തു, അതിന്റെ രുചി വേറെ. 2ാമത്തെ എടുത്തു, അതിന്റെ രുചി വേറെ. 3ാമത്തെ എടുത്തു, അതിന്റെ രുചി വേറെ. 1,00,000 പഴം കഴിച്ചാൽ 1,00,000 രുചി. പടച്ചോനെ, അല്ലാഹു സ്വർഗം തരണേ അല്ലാ. അങ്ങനത്തെ സ്വർഗം. എനിക്ക് അടുത്ത കാലത്തായിട്ട് സ്വർഗത്തിനോട് വല്ലാതൊരു പൂതി വന്നു. എന്തേ? സ്വർഗത്തിൽ മെഡിക്കൽ കോളേജും ഇല്ല, ഹോസ്പിറ്റലും ഇല്ല. അപ്പം തന്നെ വലിയൊരു സന്തോഷമാണല്ലോ. എന്തുകൊണ്ട്? ഇപ്പം മെഡിക്കൽ കോളേജൊക്കെ ഡോക്ടറെ അടുത്തേക്കൊക്കെ എങ്ങനെ അങ്ങോട്ട് നടന്നു പോയാൽ അങ്ങോട്ട് ആംബുലൻസ് പോരാ അല്ലേ? പണ്ടൊക്കെ അങ്ങോട്ട് ആംബുലൻസ് പോയിട്ട് ഇങ്ങോട്ട് നടന്നു പോരലാണ്.
ഇപ്പൊ എല്ലാ സംഗതിക്കും മാറ്റം വന്ന കൂട്ടത്തിൽ എങ്ങനെയാണ്? ഹോസ്പിറ്റലിലേക്ക് പോയതൊക്കെ എങ്ങനെ പോയത്? ഇങ്ങനെയാണ് നടന്നു പോയതാണ് സീതാക്ക്. ഇങ്ങോട്ട് തിരിച്ചു വരാനോ? ആ ആംബുലൻസ് വേണപ്പോ ധർമാസ്പത്രിയിലൊക്കെ എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുന്ന ആൾക്കാരെ ഫ്രീ ആയിട്ട് വരി കൊണ്ടെന്നാക്കും. അല്ലാ, അപ്പൊ സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ പഠിക്കുമ്പോൾ മരിക്കാൻ പൂതിയാവും, സ്വർഗം കാണാൻ പൂതിയാവും. ആ സ്വർഗത്തിൽ ഇങ്ങനെ താമസിക്കാൻ അർശിന്റെ താഴ്ഭാഗത്ത് നേരിട്ട് കൊടുക്കുന്ന 8 കൂട്ടരിൽ ഒരു കൂട്ടരാരാണ്? ശുഹദാഇന്റെ രക്തത്തുള്ളി നമുക്ക് ഭാഗ്യല്ല, ഉലമാഇന്റെ മഷിത്തുള്ളി നമുക്ക് ഭാഗ്യല്ല അല്ലേ? പിന്നെന്താണ് നമുക്ക് ഭാഗ്യമുള്ളത്? അള്ളാന്റെ മുമ്പിൽ കരഞ്ഞോ? നമ്മളെ കയ്യിൽ അള്ളാഹു തന്നിരിക്കുന്ന ഒരു ഫയർ ഫോഴ്സ് ഉണ്ട്. ഏതാ ഫയർ ഫോഴ്സ്? നമ്മുടെ കണ്ണുനീരാണ്. ഭൂമിയിലെ തീയിന്റെ ചൂടെത്ര? ഭൂമിയിലെ തീയിന്റെ ചൂടെത്ര? ഒന്ന് പറഞ്ഞുതരാം. ഒരാൾ സിഗരറ്റ് വലിക്കാണ്, സിഗരറ്റ് വലിക്കുമ്പോൾ തല മാറി വലിച്ചുപോയി. രാഷ്ട്രീയം പറഞ്ഞാണ്ട് മൂത്തതാണ്. അപ്പൊ അതിന്റെ അടിയിൽ എന്തായി? തല മാറി വലിച്ചു. ഇങ്ങക്ക് ചിരിച്ചാൽ മതി, വലിച്ചോന്റെ സ്ഥിതി ആലോചിച്ച് നോക്കാണ്. അങ്ങ് നല്ല രസം. ഓന്റെ ചുണ്ട് പൊള്ളി. ഇത് പേടി അടിച്ചിങ്ങാണ്ടായതാന്ന് പറയാൻ പറ്റുമോ? പറയാനും പറ്റാം. എന്നാൽ അത് വെള്ളം കുടിക്കാൻ വെക്കും, വെള്ളം കുടിക്കാനും പറ്റാം. ഭക്ഷണം കഴിക്കാൻ വെക്കും, ഭക്ഷണം കഴിക്കാനും പറ്റാം. ഓനെ പുറത്തെവിടെയും കാണാനുമില്ല. ഒന്ന് തല മാറി വലിച്ചതാണ്. ഈ സിഗരറ്റിലുള്ള ചൂട് എത്രയാണ്? അതിന്റെ എത്ര കോടാനക്കോടി ഇരട്ടിയാണ് ദുനിയാവിലെ മുഴുവൻ തീയും കൂട്ടിയാൽ. ആ മുഴുവൻ തീയിന്റെ എത്ര കോടി ഇരട്ടിയാണ് നരകത്തിലെ തീയ്? അള്ളാഹു കാക്കട്ടെ. ആ നരകത്തിലെ തീയിന്റെ ശക്തി കെടുത്തിക്കളയാൻ ഒരു ഫയർ ഫോഴ്സ് വെള്ളം നിന്റെ കണ്ണിലുണ്ട്. അത് നിന്റെ കണ്ണുനീരാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കണ്ണുനീർ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇഷ്കിന്റെ കണ്ണുനീര് വരണം, മഹബത്തിന്റെ കണ്ണുനീര് വരണം, റജാഇന്റെ കണ്ണുനീര് വരണം, ഖൗഫിന്റെ കണ്ണുനീര് വരണം, റഹ്മത്തിന്റെ കണ്ണുനീര് വരണം. അള്ളാന്റെ കിതാബ് 10 തരം കണ്ണുനീര് പഠിപ്പിക്കുന്നുണ്ട്. 10 തരം കണ്ണുനീര്. അതിൽ 7 എണ്ണം അത് അല്ലാഹു തആല അംഗീകരിക്കുന്ന കണ്ണുനീരാണ്. 3 എണ്ണം ഏതാണ്? അത് കള്ളക്കരച്ചിലാണ്. ഒന്ന് കള്ളക്കരച്ചിൽ, ബുകാഉൽ കദിബ്, കള്ളക്കരച്ചിൽ. മറ്റൊന്ന് ബുകാഉൻ നിഫാഖ്, ബുകാഉൻ നിഫാഖ്, കാപ്പട്യത്തിന്റെ കരച്ചിൽ. മറ്റൊന്ന് ഏതാണ്? അത് കൂലിക്ക് കരയിൽ. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ നിന്ന് യൂസുഫ് നബിനെയും കൊണ്ടുപോയി മക്കളൊക്കെ പാടെ എന്നിട്ട് കൊണ്ടേറ്റ് കിണറ്റിലിട്ടു. ഒരു തിരിച്ചു വരുന്നത് എങ്ങനെയാ? പാപ്പാ, യൂസുഫിനെ കാണാനല്ല. എന്താണ് ആ കരച്ചില്? അതിന്റെ പേരാണ് കള്ള പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ഇളയമ്മ എനിക്ക് നൊലോളി വരാൻ വേണ്ടി കാത്തതേന് ഞാൻ. അവിടെ നോക്കുമ്പോ എല്ലാവരും കരഞ്ഞു നിൽക്കുകയാണ്. ഞാനായിട്ട് കരയാതെക്കാൻ പറ്റും? അപ്പൊ ചിലപ്പോ നമ്മൾ എന്താക്കേണ്ടി വരും? ഒന്ന് ഉണ്ടാക്കി കരയേണ്ടി വരും. ഉണ്ടാക്കി കരച്ചിലൊക്കെ ഉണ്ട്. ഫൈലം തബുക്കൂ തബാക്കു എന്നൊരു കരച്ചിലുണ്ട്. അതേതാണ്? അത് ഒരു ഗുണകരമായ രീതിയാണ്. ഇപ്പൊ നമ്മളെ പഴയ ആലിമ്യങ്ങളൊക്കെ വയലിങ്ങനെ പറയുമ്പോ, അല്ലെങ്കിൽ ഖുത്ബ അങ്ങനെ ഓതുമ്പോ, അല്ലേ, പഴയ ആലിമ്യങ്ങൾ ഖുത്ബ അങ്ങനെ ഓതുമ്പോ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ വയല് പറഞ്ഞ് പഠിക്കണ സമയത്ത് ഞാൻ തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജി എന്നുള്ള ആയത്തോതി. ആ ആയത്തോതി വയല് പറഞ്ഞാട് വയലൊക്കെ കഴിഞ്ഞ് പെരിയിൽ വന്നപ്പോ എന്റെ വാപ്പനോട് പറഞ്ഞു, കുട്ടിയെ ഇന്ന് ഓതിന് ആ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് സുഖപുരം മൂല്യാര് ഇവിടെ വയലിന് വന്നിട്ട് ഓതിയിട്ട് മൂപ്പരിങ്ങനെ ഓതി കഴിഞ്ഞപ്പം സദസ്സിലുള്ള ഞങ്ങളെല്ലാവരും കരഞ്ഞു. ഇപ്പൊ എന്നോട് പറയാണ് ഞങ്ങളെല്ലാവരും കരഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ അതിന്റെ അർത്ഥം അറിയാനോ? അർത്ഥം ആർക്കും അറിഞ്ഞിട്ടല്ല. മൂല്യർ പാപ്പാന്റെ ഓത്ത് ഇങ്ങനെ കേട്ടാൽ കണ്ണിന്ന് ഇങ്ങനെയുള്ള വെള്ളം വരും. എന്നോട് ഇപ്പൊ പറയാണ്, തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ എന്ന് മൂല്യർ പാപ്പയാണ് വയലിൽ ഓതിയപ്പം സഭ മുഴുവനും കരഞ്ഞു. കണ്ണീരുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീര്. ഓ പ്രിയപ്പെട്ട സാധാരണക്കാരെ, എന്നെപ്പോലുള്ള സാധാരണക്കാരായ മുത്തുമുഅ്മിനീങ്ങളെ, ഉമ്മപങ്ങന്മാരെ, സ്വർഗം കിട്ടാൻ അള്ളാഹു തന്നിരിക്കുന്ന ഒരു വെള്ളം നമ്മളെടുത്തുണ്ട്. ഒരു തുള്ളി വെള്ളം ഏതാണെന്നറിയോ? കണ്ണുനീര്. ആളിക്കത്ത് നരകാഗ്നി എന്ന് പറഞ്ഞാൽ അതിന്റെ ചൂടെത്രയാണ്? ആ നരകത്തിന്റെ തീയിന്റെ ചൂട് കെടുത്തിക്കളയാൻ കഴിവുള്ള ഒരു ഫയർ ഫോഴ്സിന്റെ വെള്ളം ഏതാണെന്നറിയോ? അത് കണ്ണുനീരാണ്. ആ കണ്ണുനീരിന്റെ വില എത്രയാണെന്നറിയോ? നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലും 84 സ്വഹാബാക്കളും ഒരു മരത്തിന്റെ തണലിൽ ഒരുമിച്ച് കൂടി. അതിന്റെ പേരാണ് ഏത്? ബൈഅത്തുർ റിദ്വാൻ. ബൈഅത്തുർ റിദ്വാനിൽ മുത്തനബിന്റെ കൂടെ ഇരുന്നത് 84 സ്വഹാബാക്കളാണ്. സ്വഹാബാക്കൾ ഓരോരുത്തരും ഷഹാദത്ത് കലിമ ചൊല്ലി മുത്തനബിനെ
മുത്തനബിനെ ബൈഅത്ത് ചെയ്തു. 83 ആളെ ബൈഅത്തും കഴിഞ്ഞു. 84ാമത്തെ സ്വഹാബി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് മുത്തനബിന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉഖബത്ത് തങ്ങൾ ചോദിച്ചു, നബിയേ, ഈ ബൈഅത്ത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണാവോ കിട്ടാൻ പോകുന്ന ലാഭം, ഞങ്ങൾക്ക് എന്താണാവോ കിട്ടാൻ പോകുന്ന വിജയം? അതാണ് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങളോട് പറഞ്ഞു, ദുഖൂലുൽ ജന്ന, നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്താണ്? ദുഖൂലുൽ ജന്ന, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടലാണ്, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ താമസിക്കാം. അതങ്ങ് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ താമസിക്കാം, അതാണ് ലാഭം, അതങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ സുബ്ഹാന ജല്ല ജലാലു മുകൾ ഭാഗത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. ആ കണ്ണുനീരുറ്റി വീണപ്പോ റസൂലുള്ള മുകളിലേക്ക് ഇങ്ങനെ നോക്കി. ആരാ കരയണത്? ബൈഅത്തുർ റിദ്വാനിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന 84 സ്വഹാബാക്കളും നബിയും ഒരു മരത്തണലിലാണ്. ആ മരം കരയുകയാണ്. ആ മരത്തിന്റെ കണ്ണുനീരാണ്. യാ റബ്ബ്, ആ മരത്തിന്റെ കണ്ണുനീരിങ്ങനെ ഉറ്റിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാലക്കി, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ആ മരം മുത്തുനബിയോട് സംസാരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ലോകത്തിന് മുഴുവനുമാണ്, ആലമീനാണ് റസൂലുള്ളാഹി തങ്ങൾ, ലോകത്ത് മുഴുവനും നബിയാണ്, എല്ലാറ്റിന്റെയും നബിയാണ്. ആ മരം കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, എന്റെ തണലിൽ നിങ്ങൾ 84 പേരും ഒരുമിച്ച് കൂടിയപ്പോ എനിക്കെന്തൊരു കൗതുകമാണ്, എനിക്കെന്തൊരു ആനന്ദമാണ്. അല്ലാ, ഞാനതിൽ സന്തോഷിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ബൈഅത്ത് കഴിഞ്ഞ് പിരിയാണ്. എങ്ങനെയാ പിരിയണത്? നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാമല്ലോ, ആ സന്തോഷത്തിലാണ് നിങ്ങൾ പിരിയുന്നത്. നബിയെ, ഞാനോ, എന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി, എനിക്കിനി പൂക്കൾ ഉണ്ടാവൂല, എനിക്കിനി കായ്ക്കനികൾ ഉണ്ടാവൂല, എന്നെ ഇനി ആർക്കും വേണ്ട, ഞാനിവിടെ കടന്ന് നശിച്ചു പോകല്ലേ. അത് ആലോചിച്ചിട്ട് ഞാൻ കരയുകയാണ്. എനിക്ക് സ്വർഗത്തിൽ സീറ്റില്ലല്ലോ, നിങ്ങളൊക്കെ അവിടെ സ്വർഗത്തിലേക്ക് പോകല്ലേ. മരം കരഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൻതി മിൻ അഹ്ലിൽ ജന്ന, അൻതി മിൻ അഹ്ലിൽ ജന്ന, നീയും സ്വർഗാവകാശിയാണ് മുഹമ്മദ് മുസ്തഫ. ആ വൃക്ഷത്തിന്റെ കണ്ണുനീരിന് വില കൽപ്പിച്ചുകൊണ്ട് മരത്തിന് സ്വർഗം വാങ്ങിക്കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്കിൽ മുത്തുനബിന്റെ ഉമ്മത്തികളെ, മുത്തുനബിന്റെ മുഹിബ്ബീങ്ങളെ, നാം സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ഹദ്ദാദ് പതിവാക്കുക, വിറുദുൽ ലത്തീഫ് ചൊല്ലുക. ഖുർആൻ എടുത്തുകൊണ്ട് ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുസാഫ് തൊടാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. ആ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരട്ടെ. ഫൽയദ്ഹഖൂ ഖലീല വൽയബ്കൂ കസീറാ. നമ്മുടെ കണ്ണുനീർ രക്തസാക്ഷിയുടെ രക്തത്തുള്ളിയോട്, ഉലമാഇന്റെ മഷിത്തുള്ളിയോട് കടപിടിച്ചുകൊണ്ട് നമുക്കും ആഖിറത്തിൽ സ്വർഗം കിട്ടണോ? ഇൻഷാ അല്ലാഹ്. ومن ذكر الرب المهيمين خاليا ففاضت له عيناه خوفا نكاليه. മുലർപ്പാപ്പാന്റെ അനുസ്മരണത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നിന്ന് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറയണല്ലോ. അവരൊക്കെ അവരെ ബർസഖ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, കുറച്ച് മുമ്പ് ഞാൻ ബൈത്തുൽ മുഖദ്ദസ് സിയാറത്തിന് പോയി. ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിലാണ് ചെല്ലുമ്പോൾ അവിടെ പോകുന്ന വഴിയിൽ ഒരു സിയാറത്ത് കേന്ദ്രമുണ്ട്. അതൊരു അണ്ടർഗ്രൗണ്ടിലാണ്. ആ അണ്ടർഗ്രൗണ്ട് ഇങ്ങനെ ഇറങ്ങിച്ചെന്നാൽ അത് ആരുടേതാണെന്നറിയാം? റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടേതാണ്. അവിടെ സിയാറത്ത് കേന്ദ്രങ്ങളെ കാറ്റലോഗ് പ്രസിദ്ധീകരിക്കുന്നതിൽ ആ പേര് കാണും. അപ്പോ അവിടെ ചെന്ന് ആ സിയാറത്ത് നോക്കുമ്പോൾ ചുമരിൽ ചരിത്രം എഴുതിയിട്ടുണ്ട് റാബിയ ബീവിയുടെ. എന്താണ് റാബിയത്ത് റളിയല്ലാഹു അൻഹ? പാതിരാവിന്റെ കൂരിരുട്ടിൽ എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്, എല്ലാവരും നിശയുടെ നിദ്രയിലാണ്, എല്ലാവരും പാതിരാവിന്റെ ഉറക്കത്തിൽ കഴിയുമ്പോൾ റാബിയ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റു.
ബഹുമാനപ്പെട്ട മഹദി പടച്ച റബ്ബിന് മുമ്പിൽ കരയുകയാണ്. എന്താണ് റാബിയ ബീവി കരയുന്നത്? അല്ലാ മുതലാളിമാരെ വാതിലടച്ചു, അല്ലാ കച്ചവടക്കാരെ വാതിലടച്ചു, അല്ലാ ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരുടെയും വാതിലടച്ചു. എല്ലാവരും വാതിൽ അടച്ചു കിടക്കുകയാണ്. പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ. ഈ പാതിരാ സമയത്ത് കൂരിരുട്ടിൽ റബ്ബേ, നിന്റെ വാതിൽക്കൽ ഇതാ ഒരു പാപിയായ പെണ്ണ് നിൽക്കുന്നു, നിന്റെ വാതിൽക്കൽ ഇതാ ഒരു പാവപ്പെട്ട പെണ്ണ് നിൽക്കുന്നു റബ്ബേ. റാബിഅ റളിയല്ലാഹു അൻഹ പടച്ച റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ കണ്ണിൽ അള്ളാഹു തന്നിരിക്കുന്ന കണ്ണുനീരുണ്ട്. ആ കണ്ണുനീർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കണ്ണുനീരൊഴിക്കണം. അത് ഫയർഫോഴ്സിനെ വെല്ലുവിളിക്കുന്ന കണ്ണുനീരാണ്. ബഹുമാനപ്പെട്ട മൗലവിപ്പാപ്പ ഹയാത്ത് കാലത്ത് ഒഴുക്കിയിരിക്കുന്ന കണ്ണുനീരിന് കയ്യും കണക്കുമുണ്ടോ? സ്വാലിഹീങ്ങളായ ആരുടെ ചരിത്രം എടുത്ത് നോക്കിയാലും ബുകാഉർ റഹ്മ, കൃപയുടെ കണ്ണുനീർ, ബുകാഉൽ ഖൗഫ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള കണ്ണുനീർ, ബുകാഉർ റജാ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള കണ്ണുനീർ. അള്ളാഹു റബ്ബി കണ്ണുനീരിന്റെ എത്ര ഇനങ്ങൾ പഠിപ്പിക്കുന്നു. 7 തരം കണ്ണുനീർ മുത്തുനബിന്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ട്. നബി തങ്ങളെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരിക്കുന്ന മോന് ഇബ്രാഹിം എന്ന കുട്ടി, അന്ന് നബി തങ്ങൾക്ക് മദീനയിൽ 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോഴാണ് മാരിയത്ത് റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾക്ക് മുഖൗഖിസ് ചക്രവർത്തിയിൽ നിന്ന് സമ്മാനമായി കിട്ടുന്നത്. മുഖൗഖിസ് ചക്രവർത്തിയുടെ അടുക്കലേക്ക് ദഅവത്ത് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കത്തെഴുതി. ആ കത്തും കൊണ്ട് ആരാ പോണത്? ബഹുമാനപ്പെട്ട ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി, എന്തേന്ന് മൂപ്പരെ പേര്? പടച്ചോനെ, കുല്ലു അല്ലാഹു പോലെ ഓർമ്മ ഉണ്ടേനി, ഇപ്പൊ മറന്നു, ഓർമ്മയാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈർ തരട്ടെ. ബഹുമാനപ്പെട്ട സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കത്തുമായിട്ട് പോയി. അബൂ ബൽതഹത്ത് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ കത്തുമായിട്ട് പോയിട്ട് കണ്ടുപിടിക്കാൻ തന്നെ കുറെ പ്രയാസപ്പെട്ടു. എന്തുകൊണ്ട്? മുഖൗഖിസ് ചക്രവർത്തിയുടെ കൊട്ടാരം ഒരു തടാകത്തിന്റെ മധ്യത്തിലാണ്. വെള്ളത്തിലൂടെ കടന്ന് എന്നിട്ട് തടാകത്തിലെത്തിയിട്ട് തടാകത്തിലൂടെ കടന്ന് സമ്മതം കിട്ടിയിട്ട് വേണം ഉള്ളിൽ കിടക്കാം. ഏതായാലും അങ്ങനെയൊക്കെ ചെന്നു, കത്ത് കൊടുത്തു, കത്ത് പൊളിച്ചു വായിച്ചു. പക്ഷേ രാജാവിന് സന്തോഷമായി. രാജാവ് പ്രഖ്യാപിച്ചു, ഞാനിപ്പോൾ ഇസ്ലാം മതത്തിൽ വരുന്നില്ല, പക്ഷേ എനിക്ക് ഇസ്ലാം സന്തോഷമായി. തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പറഞ്ഞ അടയാളങ്ങളൊക്കെ മുഹമ്മദ് നബിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒക്കെ അംഗീകരിച്ചു. അള്ളാഹ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് യാത്ര ചെയ്യാൻ ഒരു കോവർ കൈത ഒരു വാഹനം കൊടുത്തു. 1000 മിസ്കാല് സ്വർണം കൊടുത്തു. അതോടൊപ്പം ബഹുമാനപ്പെട്ട മാരിയത്തുൽ ഖബ്തിയ റളിയല്ലാഹു അൻഹയും അവരുടെ ജ്യേഷ്ഠത്തി സീരീനെയും 2 സമ്മാനവും കൊടുത്തു. മദീനത്ത് വന്ന് മാരിയത്ത് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി കൂടെ നിർത്തി സീരീനെ ഹസ്സാൻ ഇബ്നു സാബിത്തിന് കെട്ടിച്ചു കൊടുത്തു. അവന് അവാലി മദീന, മേലെ മദീന എന്ന് പറഞ്ഞ അവിടെ താമസം തുടങ്ങി. ആ താമസത്തിൽ ബഹുമാനപ്പെട്ട മാരിയത്ത് റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ആ പ്രസവത്തിലുണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം എന്ന മോന്. അല്ലാഹ്, ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചു. ആ കുഞ്ഞിങ്ങനെ ഓടിച്ചാടി ചാടി കളിച്ചു വരുന്ന വല്ലാത്ത ഒരു സമയം. അല്ലാഹ്, ആ സമയത്ത് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങൾ അവർകൾ ഈ സഭയിലേക്ക് എത്താമെന്ന് പറഞ്ഞു. പക്ഷേ വേൾഡ് അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു വലിയ കോൺഫറൻസ്, അതിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ വിദേശത്ത് പോയി. അവരുടെ ഏറ്റവും അനുജ സഹോദരൻ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു തങ്ങൾ അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഞാനും ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളും ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ വേഗം നിർത്തും. ഇന്നാളെ തങ്ങൾ ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു എന്നോട് ഫോണിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിലമ്പൂരിലെ AP ഉസ്താദാണ്. അപ്പം ഞാൻ തിരിച്ച് മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ വേങ്ങരത്തെ ഉള്ളാൾ നിങ്ങളാണ്.
അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ രണ്ടാളും. അള്ളാഹു ഖൈറ് തരട്ടെ. അള്ളാഹു റബ്ബി ഈ മക്കൾക്കൊക്കെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നവ്വർ അല്ലാഹു മർക്കദ, അവരുടെ അനുജൻ ഇബ്രാഹിം ഖലീൽ തങ്ങൾ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവരുടെയും അനുജൻ ഇസ്മായിൽ തങ്ങൾ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവരുടെ അനുജൻ ഹബീബുർ റഹ്മാൻ തങ്ങൾ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതിന് ചെറിയ അനുജനാണ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ. ഇവർക്കൊക്കെ ജന്മം നൽകിയിരിക്കുന്ന ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അല്ലാ, ആ ഉമ്മാക്ക് നീ ആഖിബത്ത് നല്ല ഖൈർ വിധിക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് തങ്ങൾക്ക് ഒരു മിനിറ്റ് ഒഴിവില്ല, എല്ലാ സ്ഥലത്തേക്കും യാത്ര പോകണം. ഈ യാത്രയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മനസ്സിന് പൊറുതികളില്ലാതെ പോണ്ടേ. അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത്, നബിതങ്ങളെ അവസാനമായിട്ട് ഉണ്ടായ കുട്ടിയാണ്. ഒരു 9 ഭാര്യമാര് മദീനത്തുണ്ട്. അപ്പോഴാണ് മാരിയത്ത് റളിയല്ലാഹു അൻഹ പ്രസവിച്ച ഒരു ആൺകുട്ടിയാന്ന് അറിഞ്ഞപ്പം മദീന കുലുങ്ങി സന്തോഷിച്ചിട്ട്. അങ്ങനത്തെ സമയത്ത് ആ കുട്ടി ഇങ്ങനെ വളരുക, എല്ലാവരും ഇങ്ങനെ ഇടക്കിടക്ക് കുട്ടിനെടുക്കും എല്ലാവരും. പടച്ചോനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളൊക്കെ ആ കുട്ടിനെടുത്ത കഥ പറയുന്നുണ്ട്. ഇബ്രാഹിം എന്ന കുട്ടിനെ 1.5 വയസ്സിങ്ങനെ തികയണുള്ളൂ. അപ്പൊ ഒരു ദിവസം മാരിയത്ത് റളിയല്ലാഹു അൻഹ പള്ളിക്ക് ഒരു വിവരം പറഞ്ഞയച്ചു. മുത്തുനബിയോട് പെട്ടെന്ന് വരാൻ പറയണം. റസൂലുള്ളാഹിന്റെ കൂടെ ഒരു ചെറു സംഘം സ്വഹാബാക്കളും ആ വാർത്ത കേട്ട് ഒപ്പം പോയി. നബി തങ്ങൾ വീട്ടിൽ മാരിയത്ത് താമസിക്കുന്നത് അവാലി മദീനയാണ്. അവിടെ എങ്ങനെയാണ് എത്തുന്ന സമയത്ത് പരിസരം നോക്കുമ്പോൾ തന്നെ പന്തി അല്ലാത്ത വാർത്തയാണെന്ന് ബോധ്യായി. റസൂലുള്ള വീട്ടിലേക്കാണ് കയറി. മാരിയത്ത് റളിയല്ലാഹു അൻഹ മലർത്തിപ്പിടിച്ച കുട്ടിനെ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു. നബിതങ്ങൾ ആ ചോര പൈതലിനെ 1.5 വയസ്സ് അടുക്കുന്ന കുട്ടിയെ ഇങ്ങനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ കുട്ടിക്ക് ശ്വാസമുണ്ട്. നബിതങ്ങൾ ഇരുന്ന മടിത്തട്ടിൽ വെച്ചു. മുത്തുനബിന്റെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് കുട്ടി വഫാത്തായി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നനഞ്ഞുപോയി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ചോദിച്ചു, നബിയേ തങ്ങളും കരയുകയാണോ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അബ്ദുറഹ്മാൻ പാടില്ലെന്ന് പറഞ്ഞ കരച്ചിലുണ്ടല്ലോ, നായിആത്ത് എന്ന് പറഞ്ഞിട്ട് പഴയ കാലത്ത് കൂലിക്ക് കരയുന്ന പെണ്ണുങ്ങളുണ്ട്. കൂലിക്ക് കരച്ചിലാര് ഇന്നുണ്ടല്ലോ. കല്യാണത്തിനൊക്കെ പാട്ട് പാടാൻ കൂലിക്ക് വിളിച്ചിന്. എന്നമാതിരി മരിച്ചോടത്ത് കൂലിക്ക് വിളിക്കലാണ് കരച്ചിലാര്. കാരണം നായിആത്ത് എന്ന കിതാബിന്റെ ഭാഷ. അത് ഏറ്റവും ആക്ഷേപിക്കപ്പെട്ട കരച്ചിലാണ്. അപ്പോ അബ്ദുറഹ്മാൻ ഈ കരച്ചിൽ ബുകാ ഉർ റഹ്മ, ഇത് അല്ലാഹു തആല മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന കൃപയുടെ കണ്ണുനീരാണ്. മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ മോന് സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ കുട്ടി മരണപ്പെട്ടു എന്ന്. നബി ഒരു ചെറു സംഘം സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മരണ വാർത്ത കണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ സൈനബിന്റെ വീട്ടിൽ പോയി. ചെറിയ കുട്ടി ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ട് മുത്തുനബിന്റെ കണ്ണ് നനഞ്ഞു. സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയെ തങ്ങളും കരയുകയാണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ ബുകാ ഉർ റഹ്മ, ഇത് കൃപയുടെ കണ്ണുനീര് അല്ലാഹു നമ്മൾക്ക് വെച്ചതാണ്. ബുകാ ഉർ റഹ്മ, ബുകാ ഉർ റജാ, ബുകാ ഉൽ ഖൗഫ് എന്നിങ്ങനെ 7 കണ്ണുനീരുണ്ട്. ആ 7 കണ്ണുനീർ ഏതാണെന്നറിയോ? ഫമാലി ഐനൈക ഇൻ ഖുൽതക ഫാഖമത വമാലി ഖൽബിക ഇൻ ഖുൽതസ്താഫിഖ യഹീമി. കണ്ണുനീരിനെ സംബന്ധിച്ച് മാത്രം എത്ര വരികളാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഉലമാഇന്റെ മഷിത്തുള്ളി, ശുഹദാഇന്റെ രക്തത്തുള്ളി, അതൊക്കെ സ്വർഗത്തിൽ സീറ്റ് പിടിക്കുമ്പോൾ അവരുടെ കുപ്പായം പിടിച്ചിട്ട്, അവരെ തുണിക്കോന്തല പിടിച്ചിട്ട് ഞമ്മക്കുവാണ് അക്കരെ കിടക്കാൻ ഒരു കണ്ണുനീർത്തുള്ളി ഞമ്മക്ക് ഒഴിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. പടച്ചോനെ, നിന്നെ ഭയപ്പെട്ട് നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് കരയുന്ന കണ്ണുനീര് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാ ഒരു സ്ഥലത്തും ഞങ്ങളെ നീ പരാജയപ്പെടുത്തി ഹായിബാക്കി തിരിച്ചയക്കല്ലേ അല്ലാ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, അവരെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ വിശ്രമിക്കുന്ന മൊരിയാർ പാപ്പ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ശൈഖുന അവറുകൾ അടക്കം വഫാത്തായ മാസമാണ്. ബഹ്റുൽ ഉലൂമിന്റെ ആണ്ട് ഈ 27-ാം തീയതിയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, അവരൊക്കെ മദത് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂട്ടത്തില് നമ്മളെ തങ്ങൾ പാപ്പ ഒരു വർത്താനം പറയുന്നത് കേട്ടില്ല നിങ്ങൾ? എന്തേനത്? എന്താ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ പാടാൻ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലം വേണം.
അതിനിപ്പോൾ എന്താണ് വാർപ്പായി ആ പയ്യന് എന്ത് വേണം? ആ കുട്ടികൾക്കൊക്കെ പാടെ ഇപ്പോൾ 70 മുത്താലിമ്യങ്ങളാണ് ഉള്ളത്. അത് 100 ആക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. നിങ്ങൾ ആമീനൊക്കെ ഒരു വയലിച്ചാണ്. നിങ്ങൾ ആമീൻ കേട്ടാൽ തന്നെ ഇത് കിട്ടണ മട്ടല്ല. അല്ല ഒരു മാണം നിങ്ങാണ്ട് ഓട്ടോറിക്ഷക്കാരനോട് പോകുകയല്ലേ വെച്ച് പോകണമെങ്കിൽ പോകാൻ. അതുകൊണ്ട് വലിയ കാര്യമല്ല. അപ്പം നമ്മൾ പടച്ചോനെ നീ ഈമാൻ നൽകണേ അല്ലാ. നമുക്കൊരു 100 കുട്ടികളെ ചേർത്തിട്ട് അബ്ദുൽ ബാരി മൗലിയാർ പാപ്പാൻ്റെ സ്ഥാപനം അതിനുള്ള ക്യാൻറ്റീൻ ഉണ്ടാക്കാണ്. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ. കുട്ടികൾ 2 കൈ കഴുകുക, അതൊരു സുന്നത്ത, അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും. കുട്ടികൾ ബിസ്മില്ലാഹി ചെല്ലുക, അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും. കുട്ടികൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും. കുട്ടികൾ കഴിച്ച അൽഹംദുലില്ലാ എന്ന് പറയാം, അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും. ഈ മുത്താലിമ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അധികം മുത്താലിമ്യങ്ങളും ഒരു 12 വയസ്സിൻ്റെയും 22 വയസ്സിൻ്റെയും അടക്കമുള്ള കുട്ടികളാണ്. നല്ലോണം തിന്നേണ്ട സമയമാണ്, നല്ലോണം ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. അപ്പം എന്ത് വേണം? മര്യാദയ്ക്ക് ഇരുന്നിട്ട് നല്ല ഭക്ഷണം കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഞാൻ നമ്മളെ നിലമ്പൂര് നമ്മളെ മജ്മയുണ്ട്. 3000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. ഇപ്പോൾ ഒരു 100-500 കുട്ടികൾ ഇങ്ങനെ മുത്താലിമ്യങ്ങളും ഹാഫിളുകളും ഒക്കെ കൂടെ ആയിട്ട് താമസിച്ച് പഠിക്കുന്നുണ്ട്. ഒരു 100 പെൺകുട്ടികളും ഒക്കെ അതുമുണ്ട്. തീരെ പൈസ അല്ലേ എന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു പലചരക്കച്ചവടക്കാരൻ ഓനോട് പോയിട്ട് ഒരു 2 ചാക്ക് നെയ്ച്ചോറിൻ്റെ അരിണ്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ബിരിയാണീൻ്റെ അരി വാങ്ങിക്കൊണ്ടുവന്നിട്ട് നല്ലോണം ബിരിയാണി വെച്ചിട്ട് കുട്ടികൾക്കൊക്കെയാണ് കൊടുത്തിട്ട് നല്ലൊരു ദ്വാ. 313 കുട്ടികളെങ്ങനെ ഇരുത്തിയിട്ട് ഒരു 313 യാസീനാണ് ഓതിയിട്ട് ബിരിയാണിയും കൊടുത്തിട്ട് കുട്ടികളെ പള്ളറച്ചിട്ടാണ് ദ്വാർന്നാണ്ടല്ലോ. കുട്ടികളൊക്കെ ആമീൻ എന്ന് പറഞ്ഞാൽ അറശുമ്പക്ക് ഇങ്ങനെ മുട്ടും ആമീൻ. അന്ന് തന്നെ കാണാം ആരെങ്കിലും 10 ചാക്ക് അരിയേറ്റ് വരുന്നു. ഇത് കുട്ടികൾക്ക് ഒരു മര്യാദക്ക് ഭക്ഷണം കൊടുക്കാതെ ഓരോരുത്തരും ഇങ്ങനെ ഉണങ്ങിയിട്ട് മറ്റേ മീൻ എന്നിട്ട് എവിടുന്ന് ഉത്തരം കിട്ടാനാണിത്? അതൊക്കെ ദ്വാക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആവേശത്തിൽ പറയണ്ടേ. അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പം നമ്മളെ ക്യാൻറ്റീനിൽ കുട്ടികളിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഒരു പോരിശ നമുക്ക് കിട്ടാൻ അധികമൊന്നും കൊടുക്കണ്ട. അവനാണ് കൊണ്ട് കഴിയണത് കൊടുത്താൽ മതി. ഒരു 10,000 റുപ്യ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നവർക്ക് അള്ളാഹുവെ നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഒരു 5000 ഞാൻ കൊടുക്കാമെന്ന് പറയുന്നവർക്ക് നീ എല്ലാ ഖൈറും കൊടുക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയാം. തങ്ങൾ പാപ്പ വന്ന് കാത്തിക്കാണ്, വേഗം പറഞ്ഞോളെ. ആരെങ്കിലും ഉണ്ടോ? അതെ, നിങ്ങളാപ്പ അബ്ദുറഹ്മാൻ ഹാജിന്റെ പേരുള്ള ആളാ. അതന്നെ എനിക്കൊരു മട്ടാണ്. അള്ളാഹു ആഫിയത്ത് തരട്ടെ, അള്ളാഹു റായത്ത് തരട്ടെ. അവനാൻ്റെ പേരുള്ള ആളെ കാണുമ്പം അതൊരു വലിയ ഉഷാറാണ്. ഇൻ്റെ പേരുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ഞാൻ ചരിത്രം പഠിക്കും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ പറ്റി ഏത് ചരിത്രം ചോദിച്ചോളൂ എനിക്കറിയാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരളത്തിൽ 1000 പഞ്ചായത്തുകൾ, ഒരു പഞ്ചായത്ത് പേര് മാത്രമാണ് മുസ്ലിമിൻ്റെ പേരിലുള്ളത്. അതേതാ? AR നഗർ പഞ്ചായത്ത്, അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്ത്. ഞാൻ ബാഫക്കി തങ്ങളെ പറ്റി വായിച്ചത് തന്നെ മൂപ്പരുടെ പേരിൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്നുണ്ടായതുകൊണ്ട് ആവേശത്തിലൂടെ വായിച്ചു. നമ്മളെ പേരിനൊരു പ്രത്യേകത ഉണ്ട്. ഇൻ്റെ പേരുള്ള ആളാണ് തുടങ്ങിയത്. അല്ല, അത് പറയാനാ ഞാൻ പറഞ്ഞു. അള്ളാഹു തആല ഖൈറ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ 10,000. അടുത്തൊരു 10 അതാവും കുഞ്ഞുമോൻ ഹാജി. ആര്? കുഞ്ഞുമോൻ ഹാജി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും തന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബി, അള്ളാഹു ആചാര്യക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. ദ്വാരക്കൾ തങ്ങൾ ദ്വാർന്നോളും ഇൻഷാ അല്ലാ. തങ്ങൾ ഇതൊക്കെ കേട്ടും കണ്ടു ഇരിക്കുന്നുണ്ട്. ഞാൻ 3-ാമത്തെ ഇരിങ്ങല്ലൂർ ചാലോട് ജാഫർ. അല്ലാ പടച്ചോനെ നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ, റാഹത്തും സിഹത്തും കൊടുക്കണേ. 10 അല്ലേ? ശംസുദ്ദീൻ മാഷ് എവിടെ? ഇരിങ്ങല്ലൂർ കോട്ടപ്പുറം. ശംസുദ്ദീൻ മാഷ് പടച്ചോനെ നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. പിന്നെ അപ്പൊ പിന്നെ 1 2 3 4 5 ആളായി അല്ലേ? പിന്നെ കുറുക്കൻ ഹനീഫ. അൽഹംദുലില്ലാ പടച്ചോനെ ഖൈറ് കൊടുക്കണേ അല്ലാ. കുട്ടിയെ എഴുതുന്നുണ്ട് നിങ്ങൾ? ഏതുണ്ട്? ഇപ്പൊ എത്രനായി? 5 or 6? എഴുതണോൻ എന്നെ വകയിൽത്തരം, പിന്നെ കൊടുക്കണ കാര്യം പറയാം. പിന്നെ ആര്? ഞാനാ? നമ്മളെ ഹനീഫ. ഇപ്പൊ 6-ാമത്തെ ആള് ഹനീഫ. ബിസ്മില്ലാ. ഞാനുള്ളത് VK മുഹമ്മദ് ഹാജി. പടച്ചോനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സദക്ക ചെയ്ത എല്ലാവർക്കും ഹോസ്പിറ്റലിൽ വലിയ വലിയ പൈസ കൊടുക്കേണ്ട ഗതികേടെന്ന് നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. പടച്ചോനെ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. തങ്ങളിതൊക്കെ കേൾക്കണ്ട്, തങ്ങളത് ആർക്കും ഇൻഷാ അല്ലാ. പിന്നെ ആരാ? 7-ാമത്തെ ആളായി. ഞാൻ 8-ാമത്തെ ഒരാള്. കുഞ്ഞിപ്പാജി കോട്ടപ്പുറം. ഈ കണ്ണടച്ചാള് കുഞ്ഞിപ്പാജി. പടച്ചോനെ നീ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. 8-ാമത്തെ ആളായി. ഞാനാ 9. ബിസ്മില്ല വേമാണ്. നമുക്കിതൊക്കെ ഒരു ചാൻസാണ്, ഇതൊക്കെ ഒരു വലിയ കിട്ടലാണ്. എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല.
ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും മുത്താലിമ്യങ്ങൾ എത്ര ആളുണ്ട് ഇവിടെ? ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കണ്ടാൽ ഒരു 300 ആളുണ്ട് അല്ലേ? അല്ലാ, അത്ര തന്നെ ആരും ഉണ്ടാവും? സ്ത്രീകളുണ്ടോ? സ്ത്രീകൾ അതിന്റെ ഇരട്ടി ഉണ്ടാവും. ആ, ഏറല്ലെങ്കിലും അത്ര കൂട്ടി നമുക്ക്. അപ്പൊ 600 ആളുണ്ടാവും. 600 ആള് ആമീൻ എന്ന് പറഞ്ഞാൽ അത് എത്ര ആമീനാണ്? ഒരാള് ആമീൻ എന്ന് പറഞ്ഞാൽ അത് 3 ആമീനാണ്. അത് മനസ്സിലാക്കി കണക്ക്. എന്തേ? നമ്മളെ വലഭാഗത്തും ഒരു മലക്കുണ്ട്, ഇടഭാഗത്തും ഒരു മലക്കുണ്ട്. പടച്ചോനെ മൊയ്തീൻ ശേഖ് തങ്ങളെ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നമ്മൾ ആമീൻ പറഞ്ഞു. മലക്കുകൾ ആമീൻ പറയില്ലേ? പറയില്ലേ? നിങ്ങൾക്ക് ഒരു സംശയം, മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ വഹാബിയില്ല. അതുകൊണ്ട് ഓല ആമീൻ പറയില്ല എന്ന് ആലോചിച്ചേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം ആ മലക്ക് മുജാഹിദാണോലോ മറ്റേ മലക്ക് ജമായത്താണോലോ, ഒറ്റൊന്നും അതിൽ പെട്ടിട്ടില്ല. അതല്ലേ നമ്മളതിൽ നിൽക്കാത്തത്. അപ്പം നമ്മൾ ആമീൻ പറഞ്ഞാൽ 2 മലക്കുകളും ഒപ്പം പറയും. അപ്പം നമ്മൾ 600 ആളുണ്ടെങ്കിൽ 3 18 എത്രയായി? 1800 ആളായി. ഒരാൾ ആമീൻ അള്ളാഹു തആല ഖബറിലേക്ക് കൊടുക്കുമ്പോൾ 10 ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ 18 1800 ആള് ആമീൻ പറഞ്ഞാൽ പടച്ചോനെ ഞങ്ങളെ അമ്മാന്റെ ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാ, നിങ്ങളെ വാപ്പാന്റെ ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാ, മുലിയർ പാപ്പാക്ക് ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹു റബ്ബി, നിങ്ങൾ മനസ്സിലായിക്കോളി. ഇന്ത്യയൊന്നും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഖബറിലേക്ക് ഒരു 10,000 ദുആ കൊടുത്തയക്കാതെ അടുത്ത കാലത്തൊന്നും ഞാൻ പോയി കടന്നുറങ്ങിയിട്ടില്ല. നമ്മളെ വാപ്പിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചതിന് ഒലുക്ക് കിട്ടുന്ന ഗുണാണത്. ആ ആമീൻ പറഞ്ഞ കൂട്ടത്തിൽ മുത്താലിമുണ്ട്, ഹാഫിളുണ്ട്, സയ്യിദുണ്ട്, ആലിമുണ്ട്, ഒരു നിസ്കാരം കളാക്കാത്ത സാധാരണക്കാരുണ്ട്, സുബൈ ജമാഅത്ത് പേക്കാത്ത ആളുണ്ട്. എത്ര ആളുകളാണ് ആമീൻ പറയണത്? അല്ലാ, ഇതൊക്കെ ചെറിയ ലാഭമെന്ന് വിചാരിക്കണം നിങ്ങൾ. അള്ളാഹു ഈ സംഭാവന തന്ന എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. അപ്പൊ 10ാമത്തെ ആളല്ലേ ഇനി കിട്ടണ്ടേ? 9 10 കുട്ടിയെ വേം പറയും 9 കുഞ്ഞാമാജി എവിടെ? നമ്മളെ റാസൽ ഖൈമ കുഞ്ഞാമാജി പടച്ചോനെ. കുഞ്ഞാമാജി നമ്മളെ കാക്കാന്നാ വിളിച്ചത്. നമ്മള് പണ്ടേ വിളിച്ചാൽ അതാണ്. കുഞ്ഞാമാജിന്റെ തുണക്കാരൻ്റെ നമ്മളെ തന്നല മാനുവാജി. പടച്ചോനെ നീ മൗഫറത്ത് കൊടുക്കണേ അല്ലാ. മാനുവാജിയും പിന്നെ കുഞ്ഞാമാജിയും അതൊക്കെ രണ്ടും ഒരു നാണയത്തിന്റെ 2 പുറ. അത്ര നല്ല സ്നേഹിതന്മാരുണ്ടോ. അള്ളാഹുവെ മാനുവാജിക്ക് നീ മൗഫറത്ത് കൊടുക്കണേ അല്ലാ, കുഞ്ഞാമാജിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കുഞ്ഞാമാജിന്റെ ഭാര്യ മരണപ്പെട്ടു കുറച്ചു മുമ്പ്. അള്ളാഹുവെ നീ മൗഫറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അപ്പൊ 9 ആയി. ഇനി ആരാ 10ാമത്തെ ആള്? ബിസ്മില്ല. 10ാമത്തെ ആള് അൽഹംദുലില്ലാഹ് ഇസ്മായിലാജി. പടച്ചോനെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? 11ാമത്തെ ആള് 6 5 11 എന്നാളെ പറയല്. ഇസ്ലാം കാര്യം ഇമാൻ കാര്യം പൂർത്തിയാക്കണമെങ്കിൽ ഒരാളും കൂടി പറഞ്ഞാളി 11. ഇൻഷാ അല്ലാഹ് എന്നാ നമുക്കാണ് സലാത്തിയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആർക്കെങ്കിലും ഒരാൾക്ക് നീ ഖൈർ കൊടുക്കല്ല. ബിസ്മില്ല. ആരെങ്കിലും ഉണ്ടോ? അതാക്കണേ 11ാമത്തെ ആള് അബ്ദുസലാം. അൽഹംദുലില്ലാഹ്. പടച്ചോനെ തങ്ങൾ പാപ്പത് അസ്മാഉൽ ഹുസ്ന പഠിച്ച മാതിരി എല്ലാവരും പേരും പഠിച്ചിരിക്കണം. അല്ലാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. എനിക്കാണിച്ച ആരെ പേരും അറിയില്ല. അല്ലാഹു തആല റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. കാളിക്കടവ് സൈദൽവിയാക്ക 5000. സൈദൽവിയാക്കാനത് 5000. മാലിക് ദിനാറും 12 ആളുമാണ്. അപ്പൊ അത് ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നോക്കാം. 12ാമത്തെ ആളായി. പടച്ചോനെ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഞാനെങ്കിലും 5000 10,000 എത്ര ആയാലും പാടില്ല. നിങ്ങൾ ഈ പെണ്ണുങ്ങൾ വേദനുണ്ട് കണ്ടിട്ട് ഒറ്റ പെണ്ണിൻ്റെയും ഭർത്താനം കേൾക്കണ്ടല്ലോ. കുട്ടികളെ പറഞ്ഞേക്കുണ്ട്. കുട്ടികൾ ഇതുവരെ പോയിട്ട് തന്നെയല്ലേ. പെണ്ണുങ്ങൾ 2 ആൾ സ്വകാര്യം പറഞ്ഞ് കേട്ടിരിക്കണം ഇവിടെ മൈക്കിൽ. നമ്മൾ 5000 കൊടുക്കുക അതോ 10 കൊടുക്കുക എന്നൊക്കെയാണ് ഒരു സംസാരിച്ചും കൊടുക്കുക. അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. എങ്ങനെ പെണ്ണുങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ തരുന്നില്ല, പിന്നല്ലേ പെണ്ണുങ്ങൾ ചോദിച്ചാൽ കൊടുക്കൽ. അപ്പോൾ അള്ളാഹു ഖൈർ തരട്ടെ. ഇനി ആരാ ഉള്ളത്? ഞാനുണ്ടോ? ബിസ്മില്ലാ. ഞാൻ വേഗം നിർത്തുകയാണ്. ഇനി 5000 റുപ്യേൻ്റെ ആരെങ്കിലും ഉണ്ടോ? 5000ൻ്റെ ഒരു 4 ആള്. എന്നാ പിന്നെ 12 നിർത്തുക അല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ കൊടുക്കാൻ? അബ്ദുസമദ് ഹാജി പാണക്കാട്. അബ്ദുസമദ് ഹാജി. പടച്ചോനെ നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ പരിപാടിക്കൊക്കെ ഒരു ചാക്ക് അരി തന്നിട്ടുണ്ട്. പടച്ചോനെ ഓരോ മണി വറ്റും മരിച്ചോലെ ഖബറിലേക്ക് ഒരു തണലാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഞാനിപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് പോയി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഭക്ഷണമാണ് പടച്ചോനെ. എല്ലാ വീട്ടിൽ പോയാലും അങ്ങനെയാണ്. നമ്മൾക്ക് ഭക്ഷണത്തിന് എല്ലാം നല്ല ഭക്ഷണം. പക്ഷെ ഞാൻ ഇതാണ് മോലിയാർ പാപ്പാനെ നീർച്ച ചോറ് കഴിച്ചു. ഞാൻ അയിമ കൂടി.
കാരണം അതിൻ്റെ ഒക്കെ ഒരു ബർക്കത്ത് വേറെ തന്നെയല്ലേ. അല്ലാഹു റബ്ബ് ആ നേർച്ച ചോറിനുള്ള ഇത് അന്ന് അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ. അപ്പൊ 13 പിന്നെ ബിസ്മില്ലാ 13. ഇനി ഒരാളും കൂടി പറയും, വളരെ ഒരു മട്ടായിട്ടുള്ളൂ. 13 വരെ എണ്ണം ഒരു നിർത്താൻ പറ്റിയ മട്ടല്ല. എന്നാൽ എൻ്റെ ഇപ്പം അജ്ജിന് വന്നിന് രാജ്യാര്, അയാളെ ഷുഗർ പരിശോധിച്ച് നോക്കുമ്പോൾ 147. അപ്പം ഞാൻ ഒരു ചക്കരമുട്ടായി വാങ്ങിക്കൊടുത്ത് 150 റൗണ്ടാക്കി. ഒരു കണക്ക് വെക്കാനൊരു മട്ടം കിട്ടുള്ളൂ എന്ന് എഴുതിയിട്ട്, അല്ലാതെ ഇത് ഓർമ്മിച്ച് വെക്കാനൊക്കെ ഒരു സുഖം കിട്ടണ്ടേ. അപ്പോൾ ഒരു 2 എണ്ണം കൂടി കിട്ടിയാൽ നമുക്ക് എന്താക്കും, ഒരു കണക്ക് ക്ലിയറാക്കി. ആരെങ്കിലും ഉണ്ടോ? 5 or 10 ഒക്കെ കൊടുക്കാൻ പറ്റുമോ? ഇൻഷാ അള്ളാ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് കൊടുക്കാന്ന് വിചാരിച്ച് നിൽക്കണമല്ലോ, അത് അവസാനം ബക്കറ്റ് കൊടുത്താൽ മതി. ഇതിപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പറയണം. അള്ളാഹു തആല ഖൈറ് തരട്ടെ. എന്നാൽ അത് വേർക്കല്ല ഞങ്ങളും ഇൻഷാ അള്ളാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഏതായാലും ഒരു സങ്കടമായി പോയിട്ടോ, ഒറ്റ പെണ്ണുങ്ങളും പറഞ്ഞില്ല. ഒരു സഹോദരൻ 25,000. സഹോദരൻ അൽഹംദുലില്ലാ. പേര് വേണ്ട, പേരുങ്ങളും മൂപ്പരും അറിഞ്ഞാൽ മതി, അള്ളാൻ്റെ റെക്കോർഡിലുണ്ടായാൽ മതി. പടച്ചോനെ 25,000 ഒരു സഹോദരൻ. പടച്ചോനെ അദ്ദേഹത്തിന് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹം ഞങ്ങളെ കയ്യിൽ, ഇവരൊക്കെ ഞങ്ങളെ കയ്യിൽ തരാൻ വെച്ചതിലും അവരെ കയ്യിൽ ബാക്കി വെച്ചതിലും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഏറെ പ്രയാസങ്ങളുണ്ട്. എല്ലാവരുടെ വലിയ സഹായമാണ് അദ്ദേഹം, എല്ലാത്തിലും ഇടപെടുന്ന ഒരാളാണ്. അൽഹംദുലില്ലാ. അങ്ങനത്തെ ആളുകൾ വേണം. ഉമ്മ നേരത്തെ മരണപ്പെട്ടു പോയി, അല്ലാഹു ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. എന്നാ പറയും, ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടി. എന്നാ ഇനി അമ്മക്കാണ് നിർത്തിയാൽ ഞങ്ങൾ ഇനി കിട്ടിക്കോളും. ഞാൻ ഇങ്ങനെ വന്നും കൊണ്ടും തോളും. വിവരം അറിഞ്ഞല്ലോ ഇപ്പം എല്ലാവരും. അപ്പം മൊയ്ലിയാർ പാപ്പാൻ്റെ ഈ 62-ാം ഉറൂസ് മുബാറക്ക് നമുക്ക് വേണ്ട നസീഹത്തും ദുആയും ഒക്കെ നടത്താൻ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇനി നിർത്തി. ആരെ അമ്മ ഉണ്ടവിടെ? അമ്മ ഇവിടെ വന്നിക്കണം. പടച്ചോനെ, ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ കാര്യദർശി തങ്ങൾ പാപ്പാൻ്റെ ഉമ്മ. അപ്പം കണ്ടുങ്ങൾ ഈ പെണ്ണുങ്ങൾ ആരും പറയാത്തപ്പോൾ പെണ്ണുങ്ങളെ നിങ്ങളെ മാനം കാക്കാനാണ് തങ്ങൾ പാപ്പാൻ്റെ ഉമ്മ തയ്യാറായത്. അല്ലാ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല, ആ ഉമ്മാക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ല, ആ ഉമ്മാക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ല. ആ ബീവിമ്മാമാക്ക് ഈ കണ്ട ഇതും അതുപോലത്തെ മക്കളൊക്കെ വാർത്തെടുത്തതിൻ്റെ എല്ലാ സന്തോഷം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. തങ്ങൾ പാപ്പാൻ്റെ ഉമ്മ 10 റുപ്യ. ഉമ്മ മാത്രല്ല, ഈ പെണ്ണുങ്ങളെ മാനം കാക്കാനേ തങ്ങളെ ജ്യേഷ്ഠന്റെ ഭാര്യ. അല്ലാഹു റബ്ബി, ആ ബീവിക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ എന്ത് രോഗം ഉണ്ടെങ്കിലും ശിഫ കൊടുക്കണേ അല്ലാ, മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാനിന്നാളെ ആ പാണക്കാട് ഒരു പള്ളിക്ക് നിക്കരിച്ചാൻ കാര്യം വെക്കുമ്പോഴാണ് ഈ തങ്ങൾ പാപ്പാൻ്റെ ബാക്കിലാണ്, തങ്ങൾ പാപ്പാൻ്റെ വീട് അതിൻ്റെ ബാക്കിലാണ് ഇത് കണ്ടത്. ഇനിയിപ്പോൾ അതിൽ പോകുമ്പോൾ ഏതായാലും അവിടെ കോളാം. അപ്പം ഇരിക്കട്ടെ. പിന്നെ എന്തേ അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ബീവി ഒരു 10 റുപ്യ. പടച്ചോനെ, ആ ബീവിക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, ആ ബീവിക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളെ ബീവി, അവരെ ജ്യേഷ്ഠൻ്റെ ബീവി, അതേപോലെ തന്നെ ഉമ്മ, ആ 3 ബീവിമാരും. മൊയ്തീൻ ഷേഖ് തങ്ങളെ വീട്ടിൽ ചെന്ന് നോക്കുമ്പം അവിടെ ആരാ? 2 ഉമ്മാരാണുള്ളത്. ഒന്ന് മൊയ്തീൻ ഷേഖ് തങ്ങളെ അമ്മ ബീവി ഫാത്തിമത്തുൽ ഖൈർ റളിയല്ലാഹു അൻഹ, ഒന്ന് മൊയ്തീൻ ഷേഖ് തങ്ങളെ ബാപ്പൻ്റെ പെങ്ങള് അമ്മായി ആയിഷ റളിയല്ലാഹു അൻഹ. ഓരോട് 2 ആളോട് നാട്ടിലെ പെണ്ണുങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, മഴയില്ലാതെ ഇഞ്ഞും മുന്നോട്ട് പോവുകയാണെങ്കിൽ ആകെ കുഴങ്ങൂട്ടോ, ഇവിടെ ആകെ പറ്റിപ്പോയി, വെള്ളമില്ല, എവിടെയും വെള്ളമില്ല, പക്ഷികളൊക്കെ കരയാൻ തുടങ്ങി, ഗർഭിണികളൊക്കെ വിഷമിക്കാൻ തുടങ്ങി, മഴ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഒരു ഉമ്മ ഒരു ചൂലെടുത്ത് മുറ്റത്തിറങ്ങി നല്ല പോലെ അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ആ 2 ഉമ്മാര്, ആര്? മൊയ്തീൻ ഷേഖ് തങ്ങൾ അമ്മയും മൊയ്തീൻ ഷേഖ് തങ്ങൾ അമ്മായി, ഒരു 2 ആളും അവിടുന്നാണ് ദ്വയർന്നു. ആ ആളുകളെ സാക്ഷി നിർത്തിയിട്ട് മുറ്റം അടിച്ച് വൃത്തിയാക്കിയിട്ട് ഒതോടുകൂടാണ് ദ്വയർന്ന്. ഇങ്ങോട്ട് വന്നത് ചുട്ടു പൊള്ളുന്ന വെയില്ല. അങ്ങോട്ട് പെണ്ണുങ്ങളൊക്കെ തിരിച്ചു പോയത് എങ്ങനെയാണ്? മയം കൊണ്ടും കൊണ്ടാ. ബീവിമാർ, നമുക്ക് എത്ര ചരിത്രം പറയാണ്ട്. ഇനി ഇൻഷാ അല്ലാ വേറൊരു ദിവസം വിളിച്ചോണ്ടി, അപ്പോൾ ബാക്കി പറഞ്ഞാൽ. അള്ളാഹു ഖൈറ് തരട്ടെ. അല്ലാ, തങ്ങളെ ഭാര്യൻ്റെ ഉമ്മ, അവർക്ക് ലേശം സുഖമല്ല. ഇപ്പം എല്ലാവർക്കും അസുഖം ഏത് വരികയാണ്? കീമോ ചെയ്യേണ്ട അസുഖം, പിന്നെ കീമോ കഴിഞ്ഞാൽ പിന്നെ ചെയ്യണം മറ്റേൻ്റെ പേരെന്താ? റേഡിയേഷൻ ചെയ്യേണ്ടത്.
ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരികയാണ്. പടച്ചോനെ ആ പ്രായമുള്ള ബീവിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല. എന്ത് രോഗാണുക്കൾ ഉണ്ടെങ്കിലും നീ കരിച്ചു കളയണേ അല്ല. ഞങ്ങളൊക്കെ വീട്ടിലോ കുടുംബത്തിലോ ഭാര്യമാരിലോ ഉമ്മമാരിലോ പെങ്ങന്മാരിലോ പെൺമക്കളിലോ ആരിൽ ഏത് വലിയ വലിയ രോഗാണുക്കൾ ഉണ്ടെങ്കിലും മൂല്യർ പാപ്പാൻ്റെ ബർക്കത്തുകൊണ്ട്, അമ്പിയാക്കൾ ഔലിയാക്കളെ ബർക്കത്തുകൊണ്ട്, റിഫായി തങ്ങളെ ബർക്കത്തുകൊണ്ട് നീ കരിച്ചു കളയണം റഹ്മാനെ. ഞങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ല. എല്ലാ വാഹനത്തിലും എപ്പോഴും യാത്രയാണ്, ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ല. അടുത്ത ദിവസം മരണപ്പെട്ട കെ ഉസ്താദ്, അതേപോലെ തന്നെ നമ്മൾ ജലീൽ സക്കാഫിൻ്റെ ഒപ്പം ഖാദർ ഉസ്താദ്, അങ്ങനെ തുടങ്ങി നേരത്തെയും ഇപ്പോഴും മരണപ്പെട്ടവർക്കൊക്കെ നീ ദർജ ഏറ്റണേ അല്ലാ. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ബദറു സാദാത്ത്, ഹയ്യസുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരുടെ തണലിൽ അവരോടൊപ്പം പിന്തുടർന്ന് ജീവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മുസ്ലിം ജമാഅത്ത് മെമ്പർഷിപ്പിൻ്റെ കാലാവധിയാണ്. സുന്നി വിശ്വാസമുള്ള എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം. അത് നമുക്കൊരു അഡ്രസ്സാണ്. ആരാണ് ആ മരിച്ചത്? അത് AP ഉസ്താദും ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദും ഒപ്പിട്ട മെമ്പർഷിപ്പ് ഉണ്ട്, അതുള്ള ആളാണ്. അപ്പോൾ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ ഒരു വല്ലാത്ത ഇതാണ്. പടച്ചോനെ ആരാ മരിച്ചത്? അത് നമ്മളെ മെമ്പർ ഒരു ഉമ്മയാണ്. അതാരാ മരിച്ചത്? അത് നമ്മളെ കുഞ്ഞായ്മാജിൻ്റെ ഭാര്യയാണ്. എത്ര ദുആയാണ് ആ പെണ്ണുങ്ങൾക്ക് കിട്ടിയത്? എന്തുകൊണ്ട്? കുഞ്ഞായ്മാജി നമ്മളെ മെമ്പർഷിപ്പുള്ള ആളാണ്. അങ്ങനെ നമ്മളൊരു മെമ്പർഷിപ്പ് എല്ലാവരും എടുക്കണം. 2, ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ജനുവരി 1 മുതൽ 17 കൂടി 3ാം കേരള യാത്ര വരികയാണ്. ആ കേരള യാത്ര പണ്ടത്തെ മാതിരി എല്ലായിടത്തും സ്വീകരണമല്ല. മലപ്പുറം ജില്ലയിൽ 2 സ്വീകരണം, ഒന്ന് അരീക്കോടും ഒന്ന് തിരൂരും. അത് ഒന്ന് ജനുവരി 7, ഒന്ന് 8. നമ്മളൊക്കെ അതിന് ചേരണം. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെയൊക്കെ വിളംബരം ചെയ്തുകൊണ്ട് ജില്ലാ യാത്ര ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ സ്വീകരണം കോട്ടക്കൽ ഉണ്ടാകും, വേങ്ങര ഉണ്ടാകും, തിരൂരങ്ങാടി ഉണ്ടാകും, പരപ്പനങ്ങാടി ഉണ്ടാകും, നിലമ്പൂരുണ്ടാകും, വണ്ടൂരുണ്ടാകും. 23 കേന്ദ്രങ്ങളിൽ. ഇതൊക്കെ നമ്മളെന്താവണം? വിജയിപ്പിക്കണം. നമ്മളെ ഒട്ടേറെ സംഗതികളുണ്ട്. താന്നൂര് അതിലങ്ങോട്ടൊക്കെ കടൽക്ഷോഭം ഉണ്ടായിട്ട് ബുദ്ധിമുട്ട് വരും. നമ്മളതിലങ്ങോട്ട് നിലമ്പൂർ വയനാട് വൈക്കൊക്കെ പ്രളയം ഉണ്ടായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെ ഒക്കെ സമയത്ത് വീടുണ്ടാക്കി കൊടുക്കാൻ, സഹായം കൊടുക്കാൻ നമ്മളെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പണം വേണം. അതിനാണ് നിങ്ങളോട് സദക്ക ചോദിക്കണത്. അതുകൊണ്ട് എല്ലാവരും സദക്ക ഫണ്ടിലേക്ക് കൊടുക്കണം. അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ഒരു സഹോദരൻ 50,000 രൂപ